ഹായ് ഹലോ മക്കളെ, വെൽക്കം ടു ടുഡേയ്സ് ക്ലാസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ലൈവ് സെക്ഷൻസ് ഒക്കെ ഈ ദിവസങ്ങളിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ പബ്ലിക് എക്സാംസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് എനിക്കറിയാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ സോഷ്യൽ സ്റ്റഡീസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാനായിട്ട് ആണ് എത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങളുടെ ചാറ്റ്സ് ഒക്കെ നോക്കുമായിരുന്നേ. എനിക്ക് തോന്നുന്നു ഇവിടെ നേരത്തെ തന്നെ എല്ലാവരും പ്രസൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയും നമ്മുടെ 9ാം ക്ലാസ്സിലെ കൂട്ടുകാരൊക്കെ നമ്മുടെ സോഷ്യൽ സയൻസിൻ്റെ ലൈവിന് എത്താനുണ്ടെങ്കിൽ വേഗം വന്ന് ജോയിൻ ചെയ്യുക കേട്ടോ. ഇപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരാരെങ്കിലും ഒക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അവർക്കൊക്കെ ഇങ്ങനെ എക്സാം സോഷ്യൽ സയൻസിൻ്റെ എക്സാം ടഫായിരിക്കും എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നവരുണ്ടെങ്കിൽ അവരോട് വേഗം നമ്മുടെ ലൈവ് ക്ലാസ്സിൽ കയറാനായിട്ട് പറയാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരെയൊക്കെ ഒന്ന് വിളിച്ചിട്ട് വേഗം വന്നേ, നമുക്ക് പെട്ടെന്ന് തുടങ്ങണ്ടേ. നമുക്ക് 7:30 വേഗം തന്നെ നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കുറച്ച് സമയം തരാം, അതിനുള്ളിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ട് വരാം കേട്ടോ. ഓക്കെ, അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇത് കണ്ടോ, ഞാനൊരു കാര്യം കൂടെ പറയാം. നമ്മുടെ ബ്രില്യൻ ട്യൂഷൻ ക്ലാസ്സുകളെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഒത്തിരി പേർക്കത് ഫെമിലിയർ ആയിരിക്കും അല്ലേ. അപ്പോൾ നമ്മുടെ ബ്രില്യൻ ട്യൂഷൻ ക്ലാസ്സുകളെ പറ്റി കേട്ടിട്ടുള്ളവരാണ് നിങ്ങളെങ്കിലും, ഇനി കേട്ടിട്ടില്ലാത്തവരാണെങ്കിലും കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടെ പറയാം കേട്ടോ. അപ്പോൾ നമ്മുടെ ട്യൂഷൻ ക്ലാസ്സുകളിലെ അടുത്ത അക്കാദമിക് ഇയറിലേക്കുള്ള അഡ്മിഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫീസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് എങ്ങനെയാണ്, നിങ്ങളിപ്പോൾ ഇനി അടുത്ത വർഷം 10ാം ക്ലാസ്സിലേക്കാണ് കാണല്ലേ. അപ്പോൾ 10ാം ക്ലാസ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേജാണ്. ദെൻ ഒരു വലിയൊരു പബ്ലിക് എക്സാം നിങ്ങൾ ആദ്യമായിട്ട് ഫേസ് ചെയ്യാൻ പോവുകയാണ്. സോ നമ്മുടെ 10ാം ക്ലാസ്സിൻ്റെ ഫീസ് സ്ട്രക്ചറാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതിനൊപ്പം തന്നെ നിങ്ങളുടെ CBSE ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരോടും പറയുക, ബോത്ത് സ്റ്റേറ്റ് ആൻഡ് CBSE ട്യൂഷനാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ ഒരു QR കോഡ് കണ്ടോ, അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ട്യൂഷനെ പറ്റി നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയാൻ പറ്റും. ഇനി അതല്ല, നിങ്ങൾക്ക് വിളിച്ച് തന്നെ കൂടുതൽ ഇൻഫോർമേഷൻ അറിയണമെന്നുണ്ടെങ്കിൽ ഇത് ഈ കാണുന്ന കോൺടാക്റ്റ് നമ്പറിൽ വിളിച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആണല്ലോ, സെറ്റല്ലേ? അപ്പം ഞാൻ ആദ്യം പറഞ്ഞത് എന്തായിരുന്നു, നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ വേഗം വിളിച്ചിട്ട് വരാൻ പറഞ്ഞല്ലേ. അങ്ങനെ നിങ്ങളുടെ കൂട്ടുകാരെല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ടോ? ഹായ് മാം തേജ. ഓക്കെ, ഹായ്. എനിക്ക് ഹായ് തന്ന എല്ലാവർക്കും ഹായ് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ റെഡി ആണെങ്കിൽ നമുക്കങ്ങ് സ്റ്റാർട്ട് ചെയ്താലോ. എനിക്ക് തോന്നുന്നു എല്ലാവരും എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ വേഗം തന്നെ ഒരു തംസപ്പ് ഇടാവോ? നിങ്ങൾ റെഡി ആണെങ്കിൽ ഒരു തംസപ്പ് ഇട്ടേക്കാവോ ആ ചാറ്റ് ബോക്സിൽ? ഭയങ്കര സിമ്പിളാടേ. ആ ചാറ്റ് ബോക്സ് എടുക്കുക, നമ്മുടെ സ്മൈലിൽ നിന്ന് ആ ഒരു തംസപ്പ് ചൂസ് ചെയ്യുക, അങ്ങ് ഇട്ടേക്കുക. നിങ്ങൾ റെഡി ആയതുകൊണ്ടാണല്ലോ നേരത്തെ തന്നെ കയറിയിരിക്കുന്നത് അല്ലേ. ഞാൻ വരുന്നതിന് മുമ്പേ ലൈവിൽ ആക്റ്റീവ് ആയിരുന്നല്ലോ. സോ അപ്പോൾ വേഗം തന്നെ ആ തംസപ്പ് ഒന്ന് ഇടാവോ, എങ്കിലേ എനിക്ക് തുടങ്ങാനായിട്ടുള്ള ആ ഒരു എനർജി കിട്ടത്തുള്ളൂ. ഓക്കെ, ഇവിടെ CBSE ഞാൻ മെൻഷൻ ചെയ്തുള്ളൂ, ICSE ഉണ്ടെന്ന്. ഓക്കെ, എല്ലാം CBSE, ICSE, സ്റ്റേറ്റ് സിലബസ് ഒക്കെ നമ്മൾ കവർ ചെയ്യും കേട്ടോ. ഓക്കെ, നിങ്ങൾ ഇനിയിപ്പോൾ ട്യൂഷൻ ക്ലാസ്സുകളുടെയാണ് ICSE എന്ന് ഉദ്ദേശിച്ചതെങ്കിൽ നമ്മളിപ്പോൾ നിലവിൽ കൊടുക്കുന്നത് CBSE ആൻഡ് സ്റ്റേറ്റ് സിലബസ് ആണ്. അപ്പോൾ ഞാൻ ഓർത്തു ഇന്നത്തെ ലൈവിൽ കയറിയേക്കുന്ന ആൾ ICSE ആയതുകൊണ്ട്, ഇപ്പോൾ ഈ ഒരു ടോപ്പിക്കൊക്കെ ICSEയിലും നമുക്ക് എല്ലായിടത്തും ഉപകാരപ്പെടുന്ന ഒന്നാണല്ലേ സോഷ്യൽ സയൻസ് എന്ന് പറയുന്നത്. സോ ICSE ആയതുകൊണ്ട് ക്ലാസ്സിൽ കയറിയിരിക്കുന്നതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. നമ്മളൊക്കെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മളിവിടെ പഠിക്കുക. അപ്പോൾ നമ്മുടെ ട്യൂഷൻ നമ്മൾ നിലവിൽ കൊടുക്കുന്നത് CBSE ആൻഡ് സ്റ്റേറ്റിനാണ്. ഓക്കെ, ഇപ്പം നമുക്ക് തുടങ്ങിയാലോ. നിങ്ങൾ റെഡി ആണെന്ന് വിചാരിക്കുന്നു. എനിക്ക് തംസപ്പ് ഒക്കെ വന്നു തുടങ്ങി, താങ്ക് യു. ഓക്കെ, തുടങ്ങാം അല്ലേ. അപ്പം നമ്മൾ ഇന്ന് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് Q&A സെക്ഷനാണ്. അതായത് നമ്മുടെ സോഷ്യൽ സയൻസിൻ്റെ പബ്ലിക് എക്സാം വരികയാണല്ലേ. അപ്പോൾ ആ ഒരു എക്സാമിന് നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം നമുക്കറിയാം സോഷ്യൽ സയൻസിന് 2 ടെക്സ്റ്റ് ബുക്ക് ഉണ്ടല്ലേ. ഇപ്പോൾ അതിൽ തന്നെ പാർട്ട് 1, പാർട്ട് 2 ആയിട്ട് അങ്ങനെ ഫുൾ നമുക്കൊരു 4 ടെക്സ്റ്റ് ബുക്ക് പഠിക്കാനുണ്ടായിരുന്നു ഈ ഒരു വർഷം. ഓക്കെ, അപ്പോൾ ഈ ഒരു 4 ടെക്സ്റ്റ് ബുക്കിൽ നമ്മളെപ്പോഴും പറയും ആനുവൽ എക്സാമിന് സെക്കൻഡ് പാർട്ടിന് ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതിയെന്ന്. പക്ഷെ നമുക്ക് ഫസ്റ്റ് പാർട്ട് അങ്ങനെ ഒഴിവാക്കി കളയാൻ പറ്റുമോ?
ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് പാർട്ടിലെയും കുറച്ച് ക്വസ്റ്റ്യൻസ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്ത ദിവസം റിമൈനിങ് പോർഷൻസ് സുജിത് സാറും ക്ലാസ് എടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ കവർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സോഷ്യൽ സയൻസ് 1ലെയും 2ലെയും കുറച്ച് ചാപ്റ്റേഴ്സാണ്. ഓക്കെ, സോറി, ഞാനിതൊന്ന് ബാക്ക് അടിച്ചിട്ട് വരാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ ഇൻ ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അതെന്ന് പറയുന്നത് നിങ്ങളുടെ സോഷ്യൽ സയൻസ് 1ലെ ഫസ്റ്റ് പാർട്ടിലുള്ള ഒരു ചാപ്റ്റർ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങളുടെ ഈ ഒരു ആനുവൽ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം ഏതാണ്. വാട്ട് വേർ ദി 2 മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രോമിസസ് ദാറ്റ് ഗിവൺ ടു ദി പീപ്പിൾ ബൈ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ? ഓക്കെ, അപ്പം ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്? സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള ഇന്ത്യ അല്ലേ. നമുക്ക് ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് നമ്മൾ സ്വാതന്ത്ര്യമൊക്കെ നേടിയെടുത്തു. ആ ഒരു ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ ജനങ്ങൾക്ക് കൊടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട പ്രോമിസ് എന്തായിരുന്നു? എന്താണ് ജനങ്ങൾക്ക് കൊടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട വാഗ്ദാനം? എന്നതായിരുന്നു? ഡെമോക്രാറ്റിക് ഗവേണൻസ് ആൻഡ് ദി കൺസ്ട്രക്ഷൻ ഓഫ് എ വെൽഫെയർ സ്റ്റേറ്റ്. വെൽഫെയർ സ്റ്റേറ്റ് എന്ന് വെച്ചാൽ എന്താ? ഒരു ക്ഷേമരാഷ്ട്രം പടുത്തുയർത്തിക്കൊള്ളാം. എങ്ങനെയാണ് ആ ഒരു ക്ഷേമരാഷ്ട്രം പടുത്തുയർത്തുന്നത്? ഓൺ ദി ബേസിസ് ഓഫ് ഡെമോക്രാറ്റിക് ഗവേണൻസ്. ഒരു ജനാധിപത്യമായിട്ടുള്ള രീതിയിലൂടെ ഒരു വെൽഫെയർ സ്റ്റേറ്റ് ഉയർത്തിക്കോളാം എന്നുള്ളതായിരുന്നു ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ ജനങ്ങൾക്ക് കൊടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട പ്രോമിസുകളിലൊന്ന്. ഓക്കെ, ഇപ്പം എന്നതായിരുന്നു? ഡെമോക്രാറ്റിക് ഗവേണൻസ് ആൻഡ് ദി കൺസ്ട്രക്ഷൻ ഓഫ് എ വെൽഫെയർ സ്റ്റേറ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങളിവിടെ എന്തൊക്കെ എഴുതണം? ഇതൊരു 2 മാർക്കിൻ്റെയോ 3 മാർക്കിൻ്റെയോ ഒക്കെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിക്കുന്നത് എങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നമ്മുടെ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ, അതിനുശേഷം നമ്മൾ ഫേസ് ചെയ്തിട്ടുള്ള 1950s പാർട്ടീഷൻ അല്ലേ. അപ്പോൾ ആ ഒരു പാർട്ടീഷനൊക്കെ ശേഷമാണ് നമ്മളൊരു റിപ്പബ്ലിക്കായിട്ട് മാറുന്നത്, നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ വരുന്നത് അല്ലേ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എഴുതണം. ഓക്കെ, അങ്ങനെ നമ്മുടെ ഫസ്റ്റ് എലക്ഷൻ നടക്കുന്നു. ആ ഒരു അധികാരത്തിൽ വന്നു. സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ് എന്നിങ്ങനെ നമ്മുടെ അധികാരം വിഭജിക്കുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതാൻ കാണും അല്ലേ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എഴുതാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ബേസിക്കലി ഇവിടെ ഇപ്പം ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ്. വാട്ട് വേർ ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രോമിസസ് ദാറ്റ് ഗിവൺ ടു ദി പീപ്പിൾ ബൈ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ? ഓക്കെ, ദ ആൻസർ ഈസ് ഡെമോക്രാറ്റിക് ഗവേണൻസ് ആൻഡ് ദി കൺസ്ട്രക്ഷൻ ഓഫ് എ വെൽഫെയർ സ്റ്റേറ്റ്. ഓക്കെ, ദെൻ ദി സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു മീൻ ബൈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി? ഓർ ഇറ്റ് ഈസ് കോൾഡ് DPSP. എന്താണ് DPSP? DPSP എന്ന് വെച്ചാൽ എന്താണ്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. ഓക്കെ, എന്താണെന്നറിയോ ഈ DPSP? DPSP അറിയാവുന്നവർ, അത് അറിയാമെന്നുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാവോ? ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും. അപ്പോൾ എന്തായാലും ഞാനൊന്ന് പറയാം കേട്ടോ. DPSP എന്ന് വെച്ചാൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. അത് പ്രൊവൈഡ് ചെയ്യുന്ന എന്താണ്? നമ്മുടെ ഭരണഘടന തന്നെയാണ്, കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ് നമുക്ക് ഒരു DPSP പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ DPSP എന്ന് പറയുന്നത് ആർക്കുള്ള ഡയറക്ഷൻസ് ആണ്? ദ ഡയറക്ഷൻസ് ദാറ്റ് ഗിവൺ ടു ചെറിയൊരു മിസ്റ്റേക്കാണ്. The directions that given to the state for the social economic development of the nation. ഓക്കെ, അത് ആർക്ക് കൊടുക്കുന്ന ഡയറക്ഷൻസ് ആണ്? ഭരണഘടന ഗവൺമെൻറ്റിന് കൊടുക്കുന്ന നിർദ്ദേശങ്ങളാണ് എന്ത്? DPSP അഥവാ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്നത്. ഓക്കെ, എന്തിനു വേണ്ടിയിട്ട് കൊടുക്കുന്ന നിർദ്ദേശങ്ങളാണ്? ദ സോഷ്യൽ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് ദി നേഷൻ. രാജ്യത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക വികസനം എങ്ങനെയായിരിക്കണം എന്നുള്ളതിന് ഗവൺമെൻറ്റിന് കൊടുക്കുന്ന നിർദ്ദേശങ്ങളെ വിളിക്കുന്ന പേരാണ് എന്ത്? DPSP അഥവാ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. അത് പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു ഡയറക്ഷൻസ് കൊടുക്കുന്നത് എന്താണ്? നമ്മുടെ ഭരണഘടനയാണ്. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷൻ ഗവൺമെൻറ്റിന് കൊടുക്കുന്ന ഡയറക്ഷൻസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? DPSP അഥവാ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. സോ ദ DPSP ആർ ദി ഗൈഡ് ലൈൻസ്. ഇനി കുറച്ചും കൂടെ സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ പറയാം. The DPSP are the guidelines given in the constitution for the government to follow while making laws and policies. ഓക്കെ, അപ്പം ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്തായിരിക്കണം? സാമൂഹിക സാമ്പത്തിക വളർച്ചയായിരിക്കണം ഒരു രാജ്യത്തെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലോയും ഓരോ നിയമങ്ങളും പോളിസീസും ഒക്കെ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം, എങ്ങനെ നടപ്പിലാക്കണം എന്നതിന് കോൺസ്റ്റിറ്റ്യൂഷൻ
ഗവൺമെൻറ്റിന് കൊടുക്കുന്ന ഗൈഡ് ലൈൻസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? DPSP അഥവാ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. ക്ലിയർ അല്ലേ? ഓക്കെ, ദെൻ ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ? ഓക്കെ, സിമ്പിൾ ആണല്ലേ. നമ്മുടെ ഭരണഘടനയുടെ പ്രത്യേകതകൾ എന്തെല്ലാം? ഓക്കെ, വാട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ? എന്തൊക്കെയായിരിക്കും നമ്മുടെ ഭരണഘടനയുടെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്ന് പറയുന്നത്? നമുക്ക് നോക്കാം അല്ലേ. യാ, ദ ലാർജസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, പാർലമെൻ്ററി ആൻഡ് ഡെമോക്രസി. ഓക്കെ, എന്ന് വെച്ചാൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് അറിയപ്പെടുന്നത്. അതും എഴുതപ്പെട്ട റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് ആരുടെ? ഇന്ത്യയുടെ. സോ the Indian constitution is called the largest written constitution and that is parliamentary democracy. Okay, അതെങ്ങനെയാണ്? ഒരു പാർലമെൻ്ററി സംവിധാനത്തെ ബേസ് ചെയ്തിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ഒരു ഡെമോക്രസി, ആ ഒരു പാർലമെൻ്ററി ഡെമോക്രസി എന്നെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഭരണഘടനയാണ് നമുക്കുള്ളത്. സോ ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ. ദെൻ നെക്സ്റ്റ്, റിജിഡ് ആൻഡ് ഫ്ലെക്സിബിൾ സ്ട്രക്ചർ എന്ന് വെച്ചാൽ എന്താണ്? റിജിഡാണ്, ഫ്ലെക്സിബിളുമാണ്. ഓക്കെ, ഇപ്പോൾ ചില കാര്യങ്ങളൊന്നും നമുക്ക് അങ്ങനെ പെട്ടെന്ന് മാറ്റങ്ങൾ വരുത്താനായിട്ട് പറ്റത്തില്ല. ഭരണഘടനയിലെ ചില ആർട്ടിക്കിൾസ് ഒന്നും നമുക്കങ്ങനെ മാറ്റാൻ പറ്റത്തില്ല, അപ്പോൾ അത് റിജിഡായിരിക്കും. എന്നാൽ ചിലതിൽ ആവശ്യം വേണ്ടി വന്നാൽ ഭേദഗതികൾ വരുത്താനായിട്ട് സാധിക്കും. അതാണ് ഫ്ലെക്സിബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ്? റിജിഡുമാണ്, ഫ്ലെക്സിബിളുമാണ്. റിജിഡ് ആൻഡ് ഫ്ലെക്സിബിൾ സ്ട്രക്ചർ. ദെൻ ദി ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. ഓക്കെ, ദെൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തൊക്കെയുണ്ട്? ഫണ്ടമെൻ്റൽ റൈറ്റ്സും ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസും ഉണ്ട്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് വെച്ചാൽ എന്താണ്? ഓരോ പൗരനും കിട്ടുന്ന മൗലിക അവകാശങ്ങളാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. ഒരു രാജ്യത്ത് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ഇന്ത്യൻ പൗരന് കിട്ടുന്ന മൗലിക അവകാശങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് വിളിക്കുക. ദെൻ ഇൻ കേസ് ഓഫ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞാലോ, ഇനി നമുക്ക് അവകാശങ്ങളൊക്കെ ഉണ്ട്, അതുമാത്രം മതിയോ? നമ്മൾ രാജ്യത്തിനോട് കാണിക്കേണ്ട ഒരു കൂറുണ്ട്, ആ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്, നമ്മുടെ ഉത്തരവാദിത്വം. നമ്മുടെ ദേശീയ പതാക, ദേശീയ ഗാനം, ഇതിനെയൊക്കെ ബഹുമാനിക്കുക, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത്. അതാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സും ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അതാണ്. ദെൻ നെക്സ്റ്റ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. നമ്മൾ ഓൾറെഡി മുന്നത്തെ ക്വസ്റ്റ്യനിൽ പഠിച്ചല്ലേ. DPSP എന്ന് പറയുന്നത് എന്താണ്? ഭരണഘടന ഗവൺമെൻറ്റിന് കൊടുക്കുന്ന കുറച്ച് ഡയറക്ഷൻസ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? സോഷ്യോ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് എ നേഷൻ. ഓക്കെ, ഒരു രാജ്യത്തെ സാമൂഹിക സാമ്പത്തിക വികസനത്തിന് വേണ്ടിയിട്ട് ഗവൺമെൻറ്റിന് ഭരണഘടന നൽകുന്ന നിർദ്ദേശങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? DPSP അഥവാ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് വിളിക്കുക. ഓക്കെ, ദെൻ ബൈക്യാമറൽ ലെജിസ്ലേച്ചർ എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് ലോക്സഭയുണ്ട്, അതുപോലെ തന്നെ നിയമസഭയുണ്ട് അല്ലേ. നമുക്കറിയാം സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്. ഓക്കെ, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ബേസിൽ വരുന്നതാണ് നിയമസഭ എന്ന് പറയുന്നത്. ദെൻ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ബേസിലുള്ളതാണ് ലോക്സഭ. ഓക്കെ, അപ്പോൾ അതാണ് ബൈക്യാമറൽ ലെജിസ്ലേച്ചർ എന്ന് പറയുക. ദെൻ ഫെഡറലിസം വിത്ത് എ സ്ട്രോങ് സെൻട്രൽ ഗവൺമെൻറ്. പിന്നെ എന്താണ്? ഒരു ഫെഡറൽ സിസ്റ്റം അല്ലേ. പക്ഷേ അധികാരം കേന്ദ്ര ഗവൺമെൻറ്റിനും സംസ്ഥാന ഗവൺമെൻറ്റിനും വിഭജിച്ച് കൊടുക്കുന്നതിനെയാണ് ഫെഡറലിസം എന്ന് പറയുന്നത്, ഡിവിഷൻ ഓഫ് പവർ. ഓക്കെ, ഇനി അതിൽ തന്നെ കുറച്ച് സ്ട്രോങ് അല്ലെങ്കിൽ കൂടുതൽ അധികാരം ആർക്കായിരിക്കും? സെൻട്രൽ ഗവൺമെൻറ്റിനായിരിക്കും, അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിനായിരിക്കും. സോ അതാണ് ഫെഡറലിസം വിത്ത് എ സ്ട്രോങ് സെൻട്രൽ ഗവൺമെൻറ് എന്ന് പറയാം. ഓക്കെ, കേന്ദ്ര ഗവൺമെൻറ്റിനായിരിക്കും കൂടുതൽ അധികാരമുള്ളത്. ദെൻ ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഇംപാർഷ്യൽ ജുഡീഷ്യറി. പിന്നെ എങ്ങനെയായിരിക്കണം? നമ്മുടെ ജുഡീഷ്യറി എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇൻഡിപെൻഡൻ്റ് ആണ്, സ്വതന്ത്രമാണ്. ദെൻ ഇൻഡിപെൻഡൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, അല്ല ഭരണഘടന ബോഡീസ് നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബേസ് ചെയ്തിട്ടുള്ള ചാപ്റ്ററിൽ നിന്നുള്ള ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് പാർട്ടിന് ഇന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അത് ഒഴിവാക്കാൻ പറ്റത്തില്ല. 1-2 ക്വസ്റ്റ്യൻസ് അവിടെ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാം കേട്ടോ, അതുകൊണ്ടാണ് അതോട് ഉൾപ്പെടുത്തിയേക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ്, ഡെമോഗ്രഫിക് ട്രെൻഡ്സ് ഇൻ ഇന്ത്യ. അടുത്തൊരു ചാപ്റ്റർ ആയിരുന്നു ഡെമോഗ്രഫിക് ട്രെൻഡ്സ് ഇൻ ഇന്ത്യ. സോ അതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, ലിസ്റ്റ് ദി അഡ്വാൻറ്റേജസ് ഓഫ് പോപ്പുലേഷൻ ഡിവിഡൻറ്റ്. എന്തൊക്കെയാണ് പോപ്പുലേഷൻ ഡിവിഡൻറ്റിൻ്റെ അഡ്വാൻറ്റേജസ്? ഓക്കെ, അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ എന്തറിഞ്ഞിരിക്കണം? എന്താണ് ഈ പോപ്പുലേഷൻ ഡിവിഡൻറ്റ് എന്നുള്ളത്
അറിഞ്ഞിരിക്കണം. എന്താണ് ഈ പോപ്പുലേഷൻ ഡിവിഡൻഡ്? നിങ്ങൾ ഓർക്കുക, നമ്മുടെ രാജ്യത്ത് 2 തരത്തിലുള്ള പോപ്പുലേഷൻ ഉണ്ട്. ഡിപ്പെൻഡൻറ്റ് പോപ്പുലേഷൻ, അതുപോലെ വർക്കിംഗ് പോപ്പുലേഷൻ. ഓക്കെ, അപ്പോൾ ഈ ഡിപ്പെൻഡൻറ്റ് പോപ്പുലേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ആശ്രിത ജനസംഖ്യ എന്ന് വെച്ചാൽ വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്ത് കഴിയുന്നവർ. ആരൊക്കെയായിരിക്കും അത്? നമുക്കറിയാം, നമ്മുടെ കുഞ്ഞു മക്കളുണ്ട് അല്ലേ, 15 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾ എന്ന് പറയും. 15 വയസ്സിൽ താഴെയുള്ളവർ അവർ കുട്ടികളുടെ കാറ്റഗറിയിലാണ് വരുന്നത്, ചിൽഡ്രനാണ്. അവർക്ക് ആരെങ്കിലും ആശ്രയിക്കാതെ ജീവിക്കാനായിട്ട് പറ്റുമോ? ഇല്ല. ദെൻ പിന്നെ ആരാണ്? ഒരു 60-64 വയസ്സ് കഴിഞ്ഞവർ, എൽഡേഴ്സ് ആയിട്ടുള്ളവർ. ഓക്കെ, അപ്പോൾ ഈ ഒരു എൽഡേഴ്സും അതുപോലെ തന്നെ ഈ ഒരു ചിൽഡ്രനും വരുന്ന കാറ്റഗറിയാണ് എന്ത്? ഡിപ്പെൻഡൻറ്റ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആശ്രിത ജനസംഖ്യ എന്ന് പറയും. ഇനി മറ്റൊരു പോപ്പുലേഷൻ ഉണ്ട്, എന്താണ്? വർക്കിംഗ് പോപ്പുലേഷൻ. വർക്കിംഗ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് എന്താണ്? അവരാണ് ജോലി ചെയ്ത് ഈ പറയുന്ന ഡിപ്പെൻഡൻറ്റ് പോപ്പുലേഷനെ നോക്കേണ്ടത്. ഓക്കെ, രാജ്യത്തെ ഔട്ട്പുട്ട് മേക്കിങ്ങിൻ്റെ ഒക്കെ പാർട്ടാവുന്നത് ആരായിരിക്കും? ഈ ഒരു വർക്കിംഗ് പോപ്പുലേഷൻ ആയിരിക്കും അല്ലേ. അപ്പോൾ അതെന്ന് പറയുന്നത് ഇൻ ബിറ്റ്വീൻ 15 to 64, 15 വയസ്സിനും 64 വയസ്സിനും ഇടയിലുള്ളവരാണ് ഏത്? ഈ ഒരു വർക്കിംഗ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു രാജ്യത്ത് ഈ ഒരു വർക്കിംഗ് പോപ്പുലേഷനാണ് ഈ ഡിപ്പെൻഡൻറ്റ് പോപ്പുലേഷനേക്കാൾ കൂടുതലെങ്കിൽ അവിടെ എങ്ങനെയായിരിക്കും? അതിനെ നമ്മൾ പോപ്പുലേഷൻ ഡിവിഡൻറ്റ് എന്ന് വിളിക്കുക. അവിടെ ഉള്ള ആ ഒരു ഇക്കണോമിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ആ രാജ്യത്തിന് വളരെ കൂടുതലായിരിക്കും. നമ്മുടെ വർക്കിംഗ് പോപ്പുലേഷനാണ് നമ്മുടെ ആശ്രിത ജനസംഖ്യയേക്കാൾ കൂടുതലെങ്കിൽ ഉറപ്പായിട്ടും അവിടുത്തെ ഇക്കണോമിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് വളരെ ഹയർ ആയിരിക്കും. അതിനെയാണ് നമ്മൾ പോപ്പുലേഷൻ ഡിവിഡൻറ്റ് എന്ന് വിളിക്കുക. ദെൻ വാട്ട് ആർ ദ മേജർ അഡ്വാൻറ്റേജസ്? അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, the socio-economic progress of the country is increasing. ഉറപ്പായിട്ടും അല്ലേ, കാരണം അവരാണ് ആ ഒരു എക്കണോമിക് ഔട്ട്പുട്ട് മേക്കിങ്ങിൻ്റെ പാർട്ടാവുന്നത്. അതുകൊണ്ട് തന്നെ രാജ്യത്തെ സാമൂഹിക സാമ്പത്തിക പുരോഗതി വർദ്ധിക്കുന്നു. പിന്നെ എന്താണ്? പ്രൊഡക്ടിവിറ്റി ഓഫ് ദി കൺട്രി ഇൻക്രീസസ് അല്ലേ, പ്രൊഡക്ടിവിറ്റി കൂടും, കാരണം ആ ഒരു പ്രൊഡക്റ്റീവ് പോപ്പുലേഷനാണ് കൂടുതൽ. അപ്പോൾ ഉറപ്പായിട്ടും എന്തായിരിക്കും? പ്രൊഡക്ടിവിറ്റി ഓഫ് ദി കൺട്രി ഇൻക്രീസസ്. ദെൻ ദ കൺട്രി എൻജോയ്സ് ഹൈ ഹ്യൂമൻ റിസോഴ്സസ്. പിന്നെ എന്തായിരിക്കും? നമുക്ക് ആ ഒരു ഹ്യൂമൻ റിസോഴ്സും കൂടുതലായിട്ടുണ്ട് അല്ലേ, കാരണം ഈ ഒരു യങ് പോപ്പുലേഷനാണ് അപ്പോൾ കൂടുതലായിട്ട് നിൽക്കുന്നത്. വർക്കിംഗ് പോപ്പുലേഷനാണ് കൂടുതൽ, അപ്പോൾ അവരെ നമുക്ക് ഒരു ഹയർ ഹ്യൂമൻ റിസോഴ്സായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ ദ കൺട്രി എൻജോയ്സ് ഹൈ ഹ്യൂമൻ റിസോഴ്സ്. ഓക്കെ, ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്കൊരു ടേബിൾ കാണാം അല്ലേ. അപ്പോൾ ഒരു ടേബിൾ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ലൈഫ് എക്സ്പെക്റ്റൻസി ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ. ലൈഫ് എക്സ്പെക്റ്റൻസി എന്ന് വെച്ചാൽ എന്താണ്? ആവറേജ് ഇയേഴ്സ് ഓഫ് ലിവിങ് അല്ലേ, ഒരാൾ എത്ര വർഷം ജീവിക്കും എന്നുള്ളതിൻ്റെ ആ ഒരു ആവറേജിനെയാണ് നമ്മൾ ലൈഫ് എക്സ്പെക്റ്റൻസി എന്ന് വിളിക്കുക. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് NSO 2022 ഒരു കണക്ക് വെച്ചിട്ട് ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ ലൈഫ് എക്സ്പെക്റ്റൻസി റേറ്റ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. നോക്കിയേ, ഫസ്റ്റ് എന്ന് പറയുമ്പോൾ കേരള സ്റ്റേറ്റിലെ ലൈഫ് എക്സ്പെക്റ്റൻസി റേറ്റ് എന്ന് പറയുന്നത് 72.3 ആണ്. ഫീമെയിൽ 78, മഹാരാഷ്ട്ര 71.6 ആൻഡ് ഫീമെയിൽ 74. ദെൻ പഞ്ചാബ് 71.1 ആൻഡ് ഫീമെയിൽ 74.7. ദെൻ ഇൻ കേസ് ഓഫ് ഉത്തർപ്രദേശ് that is 65 and female 66.2. Then Chhattisgarh that is 63.7 and life expectancy female എന്ന് പറയുമ്പോൾ 66.9. Then India 68.4 and female 71.1. ഇത് ടോട്ടലാണ് ഇന്ത്യയിൽ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ മെയിൽ ലൈഫ് എക്സ്പെക്റ്റൻസി റേറ്റ് ഇൻ കേരള. കേരളത്തിലെ മെയിൽ ലൈഫ് എക്സ്പെക്റ്റൻസി റേറ്റ് എത്രയാണ്? നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം അല്ലേ. ഇങ്ങനത്തെയൊക്കെ ക്വസ്റ്റ്യൻസ് കുറേ വരികയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു നമുക്കിപ്പോൾ തോന്നും. കാരണം എന്താണ്? ടേബിൾ നോക്കി ഡയറക്റ്റ് അങ്ങ് എഴുതിയാൽ മതി. നോക്കിയാൽ മെയിൽ ലൈഫ് എക്സ്പെക്റ്റൻസി റേറ്റ് ഇൻ കേരള എത്രയാണ്? 72.3 ആണ്. 72.3. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ഫീമെയിൽ ലൈഫ് എക്സ്പെക്റ്റൻസി റേറ്റ് ഇൻ കേരള എത്രയാണ്? 78 ആണല്ലേ. ദെൻ സ്റ്റേറ്റ് വിത്ത് ലോവസ്റ്റ് മെയിൽ ലൈഫ് എക്സ്പെക്റ്റൻസി, ഏറ്റവും കുറവ് മെയിൽ ലൈഫ് എക്സ്പെക്റ്റൻസി ഉള്ളത് ഏത് സ്റ്റേറ്റിനാണ്? നോക്കിക്കേ, ഇതിൽ ഏത് സ്റ്റേറ്റാണ് ഏറ്റവും കുറവ് ലൈഫ് എക്സ്പെക്റ്റൻസി കാണിക്കുക? അത് മെയിൽ ലൈഫ് എക്സ്പെക്റ്റൻസി ആണ്. ഛത്തീസ്ഗഡ് ആണല്ലേ. അപ്പോൾ 63.7 ഛത്തീസ്ഗഡ്. ദെൻ നോക്കിയേ, സ്റ്റേറ്റ് വിത്ത് ലോവസ്റ്റ് ഫീമെയിൽ ലൈഫ് എക്സ്പെക്റ്റൻസി. ലോവസ്റ്റ് ഫീമെയിൽ ലൈഫ് എക്സ്പെക്റ്റൻസി ഉള്ളത് എവിടെയാണ്?
66.2 അതെവിടെയാണ്? ഉത്തർപ്രദേശ്. ഓക്കെ, അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നതെന്ന് പറയുമ്പോൾ എത്ര ഇയേഴ്സ് ജീവിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ലൈഫ് എക്സ്പെക്റ്റൻസി ഉള്ളത് ഏത് സ്റ്റേറ്റിലാണ്? നമുക്ക് നോക്കാം. സ്റ്റേറ്റ് വിത്ത് ഹയസ്റ്റ് മെയിൽ ആൻഡ് ഫീമെയിൽ ലൈഫ് എക്സ്പെക്റ്റൻസി റേറ്റ്. അപ്പോൾ ലൈഫ് എക്സ്പെക്റ്റൻസി മെയിൽ ആൻഡ് ഫീമെയിൽ ബോത്ത് കേസസ് വിച്ച് സ്റ്റേറ്റ് ഈസ് ഹയർ? ഏത് സ്റ്റേറ്റാണ് ഈ രണ്ടിലും ഹയർ ആയിട്ട് വരിക? യാ, എക്സാക്ട്ലി, ദാറ്റ് ഈസ് കേരള അല്ലേ? കേരളയാണ് ഈ ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ ലൈഫ് എക്സ്പെക്റ്റൻസി റേറ്റിൽ ഏറ്റവും ഹയസ്റ്റ് പൊസിഷനിലുള്ള സ്റ്റേറ്റ് ഏതാണ്? അത് കേരളയാണ്. നോക്കിയേ, വാട്ട് ആർ ദി ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ദി ഹൈ ലൈഫ് എക്സ്പെക്റ്റൻസി റേറ്റ് ഇൻ കേരള? ഓക്കെ, ഇനി എന്തുകൊണ്ടായിരിക്കും ഈ ഒരു കേരളം ബോത്ത് ഫീമെയിൽ ലൈഫ് എക്സ്പെക്റ്റൻസി ആയിക്കോട്ടെ മെയിൽ ലൈഫ് എക്സ്പെക്റ്റൻസി ആയിക്കോട്ടെ രണ്ടിലും ഹയർ പൊസിഷനിൽ വരാനായിട്ടുള്ള കാരണം എന്തായിരിക്കും? യാ, ഒന്ന് അവിടുത്തെ ഹൈ ലിറ്ററസി റേറ്റ്. ലിറ്ററസി റേറ്റിൽ ഏറ്റവും ഹയസ്റ്റ് പൊസിഷനിലുള്ള സ്റ്റേറ്റ് ഏതാണ്? അത് കേരളയാണ്. സോ ഹൈ ലിറ്ററസി റേറ്റ് അതിനൊരു കാരണമാണ്. പിന്നെ എന്താണ്? ഹയർ എഡ്യൂക്കേഷൻ അല്ലേ? കാരണം എന്താണ്? നല്ല വിദ്യാഭ്യാസം അല്ലെങ്കിൽ ബേസിക് ലിറ്ററസി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഹയർ എഡ്യൂക്കേഷനിലേക്ക് പോകാനായിട്ട് പറ്റും അല്ലേ? ആ ഒരു ഹയർ എഡ്യൂക്കേഷനിലേക്ക് പോയാൽ എന്താണ്? ബാക്കിയുള്ള മേഖലകളൊക്കെ ഹെൽത്ത് കെയർ സെക്ടേഴ്സ് ഒക്കെ കൂടുതലായിട്ട് ഗ്രോ ചെയ്യും അല്ലേ? കൂടുതലായിട്ട് വളരും. അപ്പോൾ അതനുസരിച്ച് എന്തായിരിക്കും? നമുക്ക് നല്ല രീതിയിൽ ഹെൽത്ത് കെയർ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഓട്ടോമാറ്റിക്കലി ആ ഒരു ലൈഫ് എക്സ്പെക്റ്റൻസി അല്ലെങ്കിൽ ഏറ്റവും ക്ലീൻലെസ് ആയിട്ടുള്ള സ്പേസ് ഒക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ആ ഒരു ലൈഫ് എക്സ്പെക്റ്റൻസിയിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങും അല്ലേ? ദെൻ ഡീസെൻട്രലൈസ്ഡ് പബ്ലിക് ഹെൽത്ത് പോളിസി, ഏറ്റവും സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു പബ്ലിക് ഹെൽത്ത് പോളിസി നമുക്കുണ്ടെങ്കിൽ, അതുപോലെ ഒരു ശുചിത്വം നിറഞ്ഞൊരു പരിസരം നമുക്കുണ്ടെങ്കിൽ, ദെൻ ഫുഡ് അവൈലബിലിറ്റി ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ, ഇത്രയും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് കേരള ലൈഫ് എക്സ്പെക്റ്റൻസിയിൽ ടോപ്പിലെത്തിയേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബേസിസിൽ നമുക്ക് പറയാൻ പറ്റും എപ്പോഴും ലൈഫ് എക്സ്പെക്റ്റൻസിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ലിറ്ററസി റേറ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്, ഹയർ എഡ്യൂക്കേഷൻ, ദെൻ ഡീസെൻട്രലൈസ്ഡ് പബ്ലിക് ഹെൽത്ത് പോളിസി, ക്ലീൻലിനെസ്, ഫുഡ് അവൈലബിലിറ്റി ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. ഓക്കെ, ക്ലിയർ അല്ലേ? ദെൻ നെക്സ്റ്റ് ഒരു ചാപ്റ്റർ ആയിരുന്നു എക്സ്റ്റൻഷൻ ഓഫ് ഡെമോക്രസി ത്രൂ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഓക്കെ, എക്സ്റ്റൻഷൻ ഓഫ് ഡെമോക്രസി ത്രൂ ദി ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇപ്പോൾ നമുക്ക് നോക്കാം. യാ, ദ ഓട്ടോണമസ് ബോഡീസ് ദാറ്റ് ഫോംഡ് വെൻ ദി കോൺസ്റ്റിറ്റ്യൂഷൻ കെയിം ഇൻ ടു ഫോഴ്സ് നോൺ ആസ്. ഓക്കെ, അപ്പോൾ ഏത് ഓട്ടോണമസ് ബോഡിയാണ് കോൺസ്റ്റിറ്റ്യൂഷനെ ആ ഒരു ഫോഴ്സിലേക്ക് എത്തിക്കുന്നത്? കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു പ്രാവർത്തികമാക്കുന്നത് ഏത് ബോഡി ആയിരിക്കുമെന്ന്. ഓക്കെ, വെറുതെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ മാത്രം മതിയോ? പോരാ, അത് ഫങ്ഷൻ ചെയ്യണം അല്ലേ? അപ്പോൾ ആരുടെ സഹായത്തോടെയാണ് അത് ഫങ്ഷൻ ചെയ്യുന്നത്? യാ, ദറ്റ് ഈസ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്ന് പറയും. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്. അപ്പോൾ അതിന് ഇനി ഏതൊക്കെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ആണുള്ളത്? ഓക്കെ, എങ്ങനെയൊക്കെയാണ് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുക? യാ, അതിന് എക്സാമ്പിൾസ് ആണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, UPSC, ഫിനാൻസ് കമ്മീഷൻ. ഇതൊക്കെ എന്താണ്? ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഓക്കെ, അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്ന് പറയുന്നത് എന്താണ്? യാ, ദാറ്റ് ഈസ് ദാറ്റ് ഓട്ടോണമസ് ബോഡീസ് ദാറ്റ് ഫോംഡ് വെൻ ദി കോൺസ്റ്റിറ്റ്യൂഷൻ കെയിം ഇൻ ടു ഫോഴ്സ്. ദെൻ ഈ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ചൂസ് ദി സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് നോട്ട് റിലേറ്റഡ് ടു ദി നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ തന്നെ പഠിക്കുന്ന ഒരു ടോപ്പിക്കായിരുന്നു നാഷണൽ കമ്മീഷൻ, അതിൽ തന്നെ നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ. സോ ദി ക്വസ്റ്റ്യൻ ഇതാണ്, ചൂസ് ദി സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് നോട്ട് റിലേറ്റഡ് ടു ദി നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ. ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തത് ഏതാണ്? അല്ലെങ്കിൽ നാഷണൽ കമ്മീഷൻ ഫോർ വിമനായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ് എന്നുള്ളതാണ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതൊന്ന് വേഗം ഐഡൻറ്റിഫൈ ചെയ്യാവോ? നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിന് ഓപ്ഷൻസ് ഉണ്ട്. എ, ദ ടെന്യൂർ ഓഫ് ഓഫീസ് ഓഫ് ദി മെമ്പേഴ്സ് ഇസ് 3 years. ദെൻ ബി, എസ്റ്റാബ്ലിഷ്ഡ് ഓൺ 31st January 1992. സി, ദ ടെന്യൂർ ഓഫ് ഓഫീസ് ഓഫ് ദി മെമ്പേഴ്സ് ഷാൽ ബി 5 years. ദെൻ ഡി, ദ കമ്മീഷൻ കൺസിസ്റ്റ് ഓഫ് chairperson, 5 members and 1 member secretary. കറക്റ്റ് ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്യാവോ?
ഓക്കെ, കറക്റ്റ് ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്യാവോ? നമുക്ക് നോക്കാം. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് സി ആണ്. ദ ടെന്യൂർ ഓഫ് ഓഫീസ് ഓഫ് ദി മെമ്പേഴ്സ് ഷാൾ ബി 5 years. നോക്കിയേ, ദ ടെന്യൂർ ഓഫ് ഓഫീസ് ഓഫ് ദി മെമ്പേഴ്സ് ഷാൾ ബി 5 years. ദാറ്റ് ഈസ് റോങ്. ഓക്കെ, ഇതൊരു റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദെൻ അതർ 3 സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ. ഓക്കെ, ഈ 3 സ്റ്റേറ്റ്മെൻറ്റും എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു? നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ, ഒരു കമ്മീഷനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള 3 സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണ്? ദ ടെന്യൂർ ഓഫ് ഓഫീസ് ഓഫ് ദി മെമ്പേഴ്സ് ഈസ് 3 years. ഓഫീസ് മെമ്പേഴ്സിൻ്റെ വർക്കിംഗ് കാലഘട്ടം എന്ന് പറയുന്നത് എത്ര വർഷമായിരിക്കും? അത് 3 വർഷമായിരിക്കും. ദെൻ ഇറ്റ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ 31st January 1992. 1992 ജാനുവരി 31 ഈ ഒരു നാഷണൽ വിമൻ കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തത്. ദെൻ അല്ലെങ്കിൽ നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ എന്നാണ് കേട്ടോ. നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ എസ്റ്റാബ്ലിഷ്ഡ് ഓൺ 31st January 1992. ദെൻ ദ ടെന്യൂർ ഓഫ് ഓഫീസ് ഓഫ് ദി മെമ്പേഴ്സ് ഷാൾ ബി 5 years എന്നുള്ളത് റോങ് ആണ്. 3 years ആണ് നമ്മൾ പറഞ്ഞു. ദെൻ ദ കമ്മീഷൻ കൺസിസ്റ്റ് ഓഫ് ചെയർപേഴ്സൺ, 5 members ആൻഡ് 1 member സെക്രട്ടറി. ഓക്കെ, ഇനി ഈ ഒരു കമ്മീഷനിൽ ആരൊക്കെയാണ് ഉള്ളത്? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ചെയർപേഴ്സൺ, 5 members ആൻഡ് 1 member സെക്രട്ടറി. ഓക്കെ, ചെയർപേഴ്സൺ ഉണ്ടാവും, പിന്നെ അതുകൂടാതെ 5 members ഉണ്ടാവും, ദെൻ ആൻഡ് 1 member സെക്രട്ടറി ഉണ്ടായിരിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? ഇപ്പോൾ തന്നെ പഠിച്ചു പോവാം കേട്ടോ. 3 വർഷമാണ് പീരീഡ്. ദെൻ അത് എസ്റ്റാബ്ലിഷ് ചെയ്തത് 31st January 1992. ഇനി ഈ ഒരു കമ്മീഷൻ ബോഡിയിൽ ആരൊക്കെ ഉണ്ടാവും? ചെയർപേഴ്സൺ ഉണ്ടായിരിക്കും, ദെൻ 5 members അതുപോലെ 1 member സെക്രട്ടറിയും ഉണ്ടായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ആൻഡ് നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസും നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസും തമ്മിലുള്ള മേജർ ഡിഫറൻസ് ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നോക്കിക്കേ, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്ന ഒരു ഓട്ടോണമസ് ബോഡീസ് ആണല്ലേ. ആ ഒരു സ്വയംഭരണ അധികാരമുള്ള ഇതിനെയാണ് നമ്മൾ ഓട്ടോണമസ് ബോഡീസ് എന്ന് പറയുക. that formed when the constitution came into force. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷൻ വന്നതിന് ശേഷം വരുന്നതാണിത്. ദെൻ in implementing equality, freedom, social justice and secularism at practical level in the country. ഓക്കെ, അപ്പോൾ രാജ്യത്ത് ഇതൊക്കെ നടപ്പിലാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതിനാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്ന് പറയുന്നത്. എന്തൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനാണ്? ഇംപ്ലിമെൻറ്റിങ് ഈക്വാലിറ്റി അല്ലേ. നമ്മുടെ ഭരണഘടന നമുക്ക് എന്താണ്? റൈറ്റ് ടു ഈക്വാലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, സമത്വത്തിനുള്ള അവകാശം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ സ്വാതന്ത്ര്യം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, സോഷ്യൽ ജസ്റ്റിസ്, സെക്യുലറിസം ആൻഡ് പ്രാക്ടിക്കൽ ലെവൽ ഇൻ ദി കൺട്രി. അപ്പോൾ ഇതൊക്കെ പ്രാക്ടിക്കൽ ലെവലിലേക്ക് എത്തിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്ന് വിളിക്കുക. ഓക്കെ, ദെൻ നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? these are those formed under the laws passed by parliament. ഓക്കെ, പാർലമെൻറ്റ് പാസ്സാക്കിയ ലോയുടെ അണ്ടറിലുള്ളതിനെയാണ് നമ്മൾ നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്ന് വിളിക്കുക. It fairly considering the wishes and aspirations of the marginalized and vulnerable sections of the population. അപ്പോൾ ജനങ്ങളിൽ തന്നെ മാർജിനലൈസ്ഡ് അല്ലെങ്കിൽ വൾണറബിൾ സെക്ഷൻസിന് വേണ്ടിയിട്ട് നിലനിൽക്കുന്ന ആ ഒരു ബോഡിയെ നമ്മൾ വിളിക്കുന്നതാണ് എന്ത്? നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ്. ഇപ്പോൾ ഇവിടെ തന്നെ നമുക്ക് എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ നീതി ആയോഗൊക്കെ എന്തിന് എക്സാമ്പിളാണ്? നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിന് എക്സാമ്പിളാണ്. ദെൻ ഇലക്ഷൻ കമ്മീഷനും ആൻഡ് അതുപോലെ തന്നെ ഫിനാൻസ് കമ്മീഷനൊക്കെ എന്തിന് എക്സാമ്പിളാണ്? അല്ലെങ്കിൽ UPSC ഒക്കെ എന്തിന് എക്സാമ്പിളാണ്? കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിന് എക്സാമ്പിളാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ആർ ഹ്യൂമൻ റൈറ്റ്സ്? എന്താണ് മനുഷ്യാവകാശങ്ങൾ? ഓക്കെ, ഹ്യൂമൻ റൈറ്റ്സ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? നമുക്കറിയാം അല്ലേ, ഹ്യൂമൻ റൈറ്റ്സ് എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് ജീവിക്കണമെങ്കിൽ, ഒരു ഇന്ത്യൻ പൗരനായിട്ട് നിങ്ങൾക്ക് ഇന്ത്യയിൽ ജീവിക്കണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ബേസിക് ആയിട്ടുള്ള പ്രധാനപ്പെട്ട അവകാശങ്ങളാണ്, ജീവിക്കാൻ വേണ്ട ആ ഒരു ആവശ്യങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഹ്യൂമൻ റൈറ്റ്സ് എന്ന് വിളിക്കുക. ഓക്കെ,
അപ്പോൾ ഈ ഒരു ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ നമുക്ക് എഴുതാം. ഹ്യൂമൻ റൈറ്റ്സ് ആർ ദി എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ എഴുതേണ്ടത് ഇങ്ങനെയാണ് കേട്ടോ. ഹ്യൂമൻ റൈറ്റ്സ് എന്താണെന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെ ആൻസർ ചെയ്യണം? ഹ്യൂമൻ റൈറ്റ്സ് ആർ ദി റൈറ്റ്സ് ടു ലൈഫ്, ലിബർട്ടി, ഈക്വൽ ട്രീറ്റ്മെൻറ്റ് ആൻഡ് ഡിഗ്നിറ്റി ആസ് അഷ്യൂർഡ് ബൈ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആൻഡ് ഇൻ്റർനാഷണൽ എഗ്രിമെൻറ്റ്സ് റെക്ടിഫൈഡ് ബൈ ഇന്ത്യ. ഓക്കെ, അപ്പം നോക്കിയേ എന്തിനൊക്കെയുള്ള അവകാശങ്ങളാണ് നമുക്ക് തരുന്നത്? റൈറ്റ്സ് ടു ലൈഫ്, നമുക്ക് ജീവിക്കാനായിട്ട് അല്ലേ. പിന്നെ എന്ത് വേണം? റൈറ്റ് ടു ലൈഫ്, ലിബർട്ടി, ഒരു സ്വാതന്ത്ര്യം നമുക്ക് കിട്ടണം. ഈക്വൽ ട്രീറ്റ്മെൻറ്റ്, പിന്നെയോ തുല്യ പരിഗണന ലഭിക്കണം അല്ലേ. എല്ലാവരെയും ഈക്വലായിട്ട് കൺസിഡർ ചെയ്യുക, ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യുക, അതാണ് ഈക്വൽ ട്രീറ്റ്മെൻറ്റ്. ദെൻ ഡിഗ്നിറ്റി, നമുക്ക് ആ ഒരു പദവി നഷ്ടപ്പെടാതെ നമ്മുടെ ആ ഒരു നമുക്കുള്ള ഒരു അംഗീകാരം ഉണ്ടല്ലേ, ആ ഒരു ഡിഗ്നിറ്റി അത് നമുക്ക് കിട്ടണം. ആസ് അഷ്യൂർഡ് ബൈ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. അപ്പോൾ ഇതെല്ലാം ഉറപ്പുവരുത്തുന്നത് എന്താണ്? നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയാണ്. ഓക്കെ, അപ്പോൾ ഒരു ഇന്ത്യൻ പൗരനായിട്ട് ഇവിടെ ജീവിക്കാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഹ്യൂമൻ റൈറ്റ്സ് എന്ന് വിളിക്കുക. ഓക്കെ, ഹ്യൂമൻ റൈറ്റ്സ് ആർ ദി റൈറ്റ്സ് ടു ലൈഫ്, ലിബർട്ടി, ഈക്വൽ ട്രീറ്റ്മെൻറ്റ് ആൻഡ് ഡിഗ്നിറ്റി ആസ് അഷ്യൂർഡ് ബൈ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ക്ലിയർ അല്ലേ? ഓക്കെ, ദെൻ അത് കഴിഞ്ഞു. നെക്സ്റ്റ്, വാട്ട് ആർ ദി ഫങ്ഷൻസ് ഓഫ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ? ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞ ഈ ഹ്യൂമൻ റൈറ്റ്സ് ഉണ്ടല്ലോ, മനുഷ്യാവകാശങ്ങൾ, ഇത് നമ്മളിലേക്ക് എത്തിക്കാനായിട്ട് അല്ലെങ്കിൽ ഇത് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടിയിട്ട് നിലനിൽക്കുന്ന ഒരു കമ്മീഷനുണ്ട്. അതാണ് എന്ത്? നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എന്ന് പറയുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ഹ്യൂമൻ റൈറ്റ്സ് ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നിലനിൽക്കുന്ന കമ്മീഷനാണ് എന്ത്? നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. അപ്പോൾ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അപ്പോൾ ഫീച്ചേഴ്സ് നമ്മൾ ഓരോന്നായിട്ട് എടുത്ത് പഠിക്കുക കേട്ടോ. നോക്കിക്കേ, ഫസ്റ്റ് വൺ, കണ്ടക്ട് ഇൻക്വയറീസ് ഓൺ കംപ്ലയിൻറ്റ്സ് റിലേറ്റഡ് ടു ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ മനുഷ്യാവകാശം ലംഘിക്കപ്പെടുന്നുണ്ട് എങ്കിൽ ആ പരാതികളൊക്കെ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക, അതിനെപ്പറ്റി തിരക്കുക എന്നുള്ളതാണ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ചെയ്യുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് കണ്ടക്ട് ഇൻക്വയറീസ് ഓൺ കംപ്ലയിൻറ്റ്സ് റിലേറ്റഡ് ടു ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ. ഓക്കെ, അപ്പോൾ അതാണ് ഫസ്റ്റ് വൺ. ദെൻ ദി സെക്കൻഡ് വൺ, become a party to court proceedings in matters related to the violation of human rights. പിന്നെന്താണ്? കോർട്ട് പ്രൊസീഡിങ്സ് ഒക്കെ ചെയ്യുക ഇൻ മാറ്റേഴ്സ് റിലേറ്റഡ് ടു ദി വയലേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. ഹ്യൂമൻ റൈറ്റ്സ് വയലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ബേസ് ചെയ്തിട്ടുള്ള കോർട്ട് പ്രൊസീഡിങ്സിനൊക്കെ നേതൃത്വം കൊടുക്കുക. ദെൻ ടു വിസിറ്റ് ജയിൽസ് ആൻഡ് റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സ് ആൻഡ് മേക്ക് റെക്കമെൻഡേഷൻസ് ഫോർ റിഫോംസ്. പിന്നെയോ റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സ് അതുപോലെ ജയിലുകളൊക്കെ വിസിറ്റ് ചെയ്ത് അവിടെയൊക്കെ വീണ്ടും എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് എങ്കിൽ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഉത്തരവാദിത്വം ആർക്കാണ്? ഈ ഒരു ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനാണ്. അപ്പോൾ അതാണ് നമ്മുടെ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. ദെൻ ടു ഇവാലുവേറ്റ് ദ ഫങ്ഷനിങ് ആൻഡ് എഫിഷ്യൻസി ഓഫ് ദി സിസ്റ്റം ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഗീവ് സജഷൻസ്. പിന്നെ എന്താണ്? ടു ഇവാലുവേറ്റ് ദി ഫങ്ഷനിങ് ആൻഡ് എഫിഷ്യൻസി ഓഫ് ദി സിസ്റ്റംസ് ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നിലനിൽക്കുന്ന സിസ്റ്റംസ് ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ പോരായ്മകളൊക്കെ ഇവാലുവേറ്റ് ചെയ്യുക, അതിൻ്റെ ഫങ്ഷൻസ് ഇവാലുവേറ്റ് ചെയ്യുക, പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണ്? ഈ ഒരു ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനാണ്. ദെൻ അനലൈസ് ദി ഇൻ്റർനാഷണൽ അഗ്രിമെൻറ്റ്സ് ആൻഡ് ഡിക്ലറേഷൻസ് റിഗാർഡിംഗ് ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ടേക്ക് അപ്രോപ്രിയേറ്റ് സ്റ്റെപ്സ്. ഓക്കെ, പിന്നെ എന്താണ്? ഇൻ്റർനാഷണൽ എഗ്രിമെൻറ്റ്സ് റിലേറ്റഡ് ടു ഹ്യൂമൻ റൈറ്റ്സ് ഉണ്ട്, അതൊക്കെ അനലൈസ് ചെയ്യുക. അതുപോലെ ഡിക്ലറേഷൻസ് ലൈക്ക് ഇൻ്റർനാഷണൽ എഗ്രിമെൻറ്റ്സും ഉണ്ട്, അതുപോലെ ഡിക്ലറേഷൻസും ഒക്കെ ഉണ്ട്, അതൊക്കെ കറക്റ്റായിട്ട് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു ഡ്യൂട്ടി ആയിട്ട് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 11th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? എക്സ്പ്ലെയിൻ ദി സ്ട്രക്ചർ ഓഫ് നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസിൻ്റെ സ്ട്രക്ചർ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? മൈനോറിറ്റീസിന് വേണ്ടിയിട്ട്, ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് നിലനിൽക്കുന്ന അവരുടെ അവകാശങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നിലകൊള്ളുന്ന ബോഡീസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? മൈനോറിറ്റി കമ്മീഷൻ എന്ന് വിളിക്കുക. സോ ദി നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസിൻ്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കണം, അതിൻ്റെ അതോറിറ്റി എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഓക്കെ,
യാ ദ കമ്മീഷൻ കൺസിസ്റ്റ് ഓഫ് എ ചെയർപേഴ്സൺ. ആരൊക്കെ ഉണ്ടാവണം? മസ്റ്റായിട്ട് ഒരു ചെയർപേഴ്സൺ ഉണ്ടാവണം. ദെൻ എ വൈസ് ചെയർപേഴ്സൺ. ചെയർപേഴ്സൺ മാത്രം മതിയോ? ചെയർപേഴ്സൻ്റെ ഒപ്പം തന്നെ ആര് വേണം? ഒരു വൈസ് ചെയർപേഴ്സണും വേണം. ഓക്കെ, അപ്പോൾ നാഷണൽ മൈനോറിറ്റി കമ്മീഷൻ്റെ സ്ട്രക്ചറാണ്, അതിൻ്റെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചറാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ആരൊക്കെ വേണം? ചെയർപേഴ്സൺ വേണം, വൈസ് ചെയർപേഴ്സൺ വേണം. ദെൻ പിന്നെ ആര് വേണം? അവരുടെ കൂടെ ഒരു 5 മെമ്പർ ബോഡി. ഓക്കെ, 5 മെമ്പേഴ്സും ഉണ്ടായിരിക്കണം. ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ ആൻഡ് 5 മെമ്പേഴ്സ്. ദെൻ ദ മെമ്പേഴ്സ് ഓഫ് ദി കമ്മീഷൻ ആർ നോമിനേറ്റഡ് ബൈ ദി സെൻട്രൽ ഗവൺമെൻറ്. ഇനി ഈ പറഞ്ഞ 5 പേരെ ആരാണ് നോമിനേറ്റ് ചെയ്യുന്നത്? സെൻട്രൽ ഗവൺമെൻറ് ആയിരിക്കും. 5 members of the commission are nominated by central government. Then they are appointed by the President of India. ഓക്കെ, ഇനി ഇവരെ നോമിനേറ്റ് ചെയ്യുന്നത് ആരാണ്? സെൻട്രൽ ഗവൺമെൻറ് ആണ്. പക്ഷേ ഇവരെ നാഷണൽ മൈനോറിറ്റി കമ്മീഷൻസിൻ്റെ മെമ്പേഴ്സായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആരായിരിക്കും? അത് പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ ആയിരിക്കും. ഓക്കെ, പ്രസിഡൻ്റ് ആയിരിക്കും അവരെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അവരെ നോമിനേറ്റ് ചെയ്യുന്നത് ആരായിരിക്കും? സെൻട്രൽ ഗവൺമെൻറ് ആയിരിക്കും. ദെൻ ദെയർ ടേം ഓഫ് ഓഫീസ് ഈസ് 3 years. ഇനി എത്ര വർഷത്തേക്കാണ് അവർ കയറുക? 3 വർഷത്തേക്കായിരിക്കും. ഓക്കെ, അപ്പോൾ നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ആരൊക്കെയുണ്ട്? ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ ആൻഡ് 5 members ഉണ്ടാവും. ദെൻ ഇവർ ഈ 5 മെമ്പേഴ്സിനെ നോമിനേറ്റ് ചെയ്യുന്നത് ആരായിരിക്കും? 5 മെമ്പേഴ്സിനെ നോമിനേറ്റ് ചെയ്യുന്നത് ആരാണ്? സെൻട്രൽ ഗവൺമെൻറ് ആണ്. ദെൻ ഇവരെ എന്താ പറയുക, അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആരാണ്? അത് പ്രസിഡൻ്റ് ആയിരിക്കും. ഓക്കെ, ദ ടേം ഓഫ് ഓഫീസ് എന്ന് പറയുന്നത് 3 years ആണ്. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദി ഫങ്ഷൻസ് ഓഫ് നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ്. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഇനി ഇതിൻ്റെ ഫങ്ഷൻ എങ്ങനെയായിരിക്കണം? നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസിൻ്റെ ഫങ്ഷൻ എങ്ങനെയായിരിക്കും? യാ, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്? ഫസ്റ്റ് വൺ, ഇവാലുവേറ്റ് ദി പ്രോഗ്രസ് ഓഫ് ദി സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഓഫ് ദി മൈനോറിറ്റീസ്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു മൈനോറിറ്റീസ്, ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ സാമൂഹിക വികസനം, അതിൻ്റെ ഒരു പ്രോഗ്രസ് ഇവാലുവേറ്റ് ചെയ്യുന്നത് ആരായിരിക്കും? ഈ മൈനോറിറ്റി കമ്മീഷൻ ആയിരിക്കും. അപ്പോൾ അതാണ് ഇവാലുവേറ്റ് ദി പ്രോഗ്രസ് ഓഫ് ദി സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഓഫ് ദി മൈനോറിറ്റീസ്. Then it evaluates the functioning of the constitutional provisions and law for the protection of the minorities. Okay, അടുത്തത് എന്താണ്? രണ്ടാമത്തെ, evaluate the functioning of the constitutional provisions and laws for the protection of the minorities. Then submit reports on the issues and crises faced by minorities from time of time. Okay, ഇനി ഈ ഒരു സമയത്ത് ഇവരെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഈ മൈനോറിറ്റി വിഭാഗത്തിലുള്ള ആളുകൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് ആ ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം ആർക്കാണ്? ഈ മൈനോറിറ്റി കമ്മീഷനുണ്ട്. അപ്പം അതാണ് ഇത് 3ാമത്തെ പോയിൻ്റാണ് കേട്ടോ. സബ്മിറ്റ് റിപ്പോർട്ട്സ് ഓൺ ദി ഇഷ്യൂസ് ആൻഡ് ക്രൈസിസ് ഫേസ്ഡ് ബൈ മൈനോറിറ്റീസ് ഫ്രം ടൈം ടു ടൈം. കറക്റ്റ്. അപ്പോൾ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ ഇവരെന്ന് പറയുമ്പോൾ ആ മൈനോറിറ്റിയുടെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. സോ അവർക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്ത് റിപ്പോർട്ട് അപ്പോൾ സബ്മിറ്റ് ചെയ്യാനായിട്ടുള്ള ഉത്തരവാദിത്വം ആർക്കുണ്ട്? ഈ മൈനോറിറ്റി കമ്മീഷനുണ്ട്. ദെൻ പിന്നെന്താണ്? എക്സാമിൻ ദി കംപ്ലയിൻസ് റിഗാർഡിംഗ് ദി വയലേഷൻ ഓഫ് ദി റൈറ്റ്സ് ഓഫ് മൈനോറിറ്റീസ് ആൻഡ് മേക്ക് റെക്കമെൻഡേഷൻസ് ഫോർ ഫർദർ ആക്ഷൻ. പിന്നെ എന്താണ്? ഇനി മൈനോറിറ്റീസ് എന്തെങ്കിലുമൊക്കെ വയലേഷൻസ് നേരിടുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് എടുക്കാനുള്ള ഉത്തരവാദിത്വം ഇവർക്കുണ്ട്. ദെൻ സബ്മിറ്റ് സജഷൻസ് ഫോർ ദി അപ്കീപ്പ് ഓഫ് ദി പ്രൊട്ടക്ഷൻ ഓഫ് മൈനോറിറ്റീസ്. ഇനി ഈ ഒരു മൈനോറിറ്റി കാറ്റഗറീനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ അതും ഇവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് മൈനോറിറ്റി കമ്മീഷൻ്റെ മേജർ ഫങ്ഷൻസ് എന്ന് പറയുക. Next question, write the activities of National Commission for Scheduled Caste and Scheduled Tribes. Okay, അപ്പോൾ മറ്റൊരു കാറ്റഗറിയാണ് ഷെഡ്യൂൾഡ്, വീക്കർ സെക്ഷനാണ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഷെഡ്യൂൾഡ് കാസ്റ്റിൻ്റെയും ഷെഡ്യൂൾഡ് ട്രൈബ്സിൻ്റെയും റൈറ്റ്സ് ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടുള്ള കമ്മീഷനാണ് ഏത്? നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ്.
ഓക്കെ. നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് എന്ന് പറയുന്നത് ഈ SC/ST കാറ്റഗറിയുടെ പ്രശ്നങ്ങളൊക്കെ ഇവാലുവേറ്റ് ചെയ്ത് അവർക്ക് വേണ്ടിയിട്ട് നിലനിൽക്കുന്ന ഒരു കമ്മീഷനാണ്. ഓക്കെ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? മേജർ ആക്ടിവിറ്റീസ് ഓഫ് ദിസ് കമ്മീഷൻ അല്ലേ? നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സിൻ്റെ പ്രധാനപ്പെട്ട ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ എന്തൊക്കെയായിരിക്കും? inquire into the complaints regarding the atrocities against the scheduled caste and scheduled tribes. ഓക്കെ, നമ്മൾ മുമ്പ് മൈനോറിറ്റീസിൻ്റെ കാര്യത്തിൽ പഠിച്ചതുപോലെ തന്നെ ഷെഡ്യൂൾഡ് ട്രൈബ്സും ഷെഡ്യൂൾഡ് കാസ്റ്റും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ വയലൻസ് നേരിടുന്നുണ്ട് എങ്കിൽ ആ ഒരു കംപ്ലയിൻസ് കറക്റ്റായിട്ട് തിരിച്ചറിയുക. ഓക്കെ, കറക്റ്റായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇവർ ഫസ്റ്റ് ചെയ്യുന്നത്. ദെൻ എന്താണ്? ഇവാലുവേറ്റ് ദി കോർഡിനേറ്റ് എഫക്റ്റീവ്നെസ് ഇൻ ദി എഫേർട്സ് ഫോർ ദി ഫംഗ്ഷനിങ് ദി വെൽഫെയർ ഓഫ് ദി ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്. ഓക്കെ, ഇനി ഈ ഒരു ഷെഡ്യൂൾഡ് കാസ്റ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ട്രൈബ്സിന് വേണ്ടിയിട്ട് ഒരുപാട് വെൽഫെയർ ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്നുണ്ടല്ലേ? അപ്പോൾ അതിൻ്റെയൊക്കെയുള്ള ഒരു പ്രാക്ടിക്കൽ ഇഫക്റ്റ് എത്രത്തോളം ഉണ്ടെന്നൊക്കെ ഉള്ളത് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് ആരാണ്? ഈ ഷെഡ്യൂൾഡ് കാസ്റ്റിൻ്റെ ഷെഡ്യൂൾഡ് ട്രൈബ്സിന് വേണ്ടിയിട്ട് നിലനിൽക്കുന്ന ഈ ഒരു കമ്മീഷൻ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ അതാണ് ഇവാലുവേറ്റ് ദി കോർഡിനേറ്റ് ഇഫക്റ്റീവ്നെസ് ഇൻ ദി എഫേർട്സ് ഫോർ ദി ഫംഗ്ഷനിങ് ദി വെൽഫെയർ ഓഫ് ദി ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്. Then submit reports to the government on the challenges faced by the scheduled caste and scheduled tribes and the suggestions for their remedies. Okay, പിന്നെ ഇവർക്ക് ചെയ്യേണ്ട ഉത്തരവാദിത്വം എന്താണ്? സബ്മിറ്റ് റിപ്പോർട്ട്സ് ടു ദി ഗവൺമെൻറ്. ഗവൺമെൻറ്റിന് അവർ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം. എന്തിൻ്റെ റിപ്പോർട്ടാണ്? ഈ ഒരു ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് എന്തെങ്കിലുമൊക്കെ ചലഞ്ചസ് വെല്ലുവിളികൾ അവർ ഫേസ് ചെയ്യുന്നുണ്ട് എങ്കിൽ അതിൻ്റെ പറ്റി കാര്യമായിട്ട് പഠിച്ചിട്ട് ആ റിപ്പോർട്ട് അവർ ഇന്ന പോലെ പ്രശ്നങ്ങളൊക്കെ നേരിടുന്നുണ്ട്, ഇതിനൊരു സജഷനായിട്ട് ഞാൻ ഇന്ന കാര്യം റെക്കമെൻഡ് ചെയ്യുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു കമ്മീഷൻ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി അതെവിടെ സബ്മിറ്റ് ചെയ്യണം? ഗവൺമെൻറ്റിനെ സബ്മിറ്റ് ചെയ്യണം. ആ ഒരു ഉത്തരവാദിത്വം ആരുടെയാണ്? ഈ നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സിൻ്റെയാണ്. ഓക്കെ, അപ്പോൾ അതാണ് സബ്മിറ്റ് റിപ്പോർട്ട്സ് ടു ദി ഗവൺമെൻറ് on the challenges faced by the scheduled caste and scheduled tribes and the suggestions for their remedies. ഓക്കെ, അപ്പോൾ ചലഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുകയും വേണം, അതിൻ്റെ ഒപ്പം തന്നെ അതിന് വേണ്ട റെമഡീസും ഇവർ നിർദ്ദേശിക്കണം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബേസ് ചെയ്തിട്ടുള്ള ചാപ്റ്റേഴ്സിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, നെക്സ്റ്റ് ആണ് ടുവേർഡ്സ് എ ജെൻഡർ ന്യൂട്രൽ സൊസൈറ്റി. ജെൻഡർ ന്യൂട്രൽ സൊസൈറ്റി നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ലൈവിൽ കണ്ട ചാപ്റ്ററാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുകയാണ്. ഓക്കെ, ജെൻഡർ ഈസ് എ സോഷ്യൽ കൺസ്ട്രക്റ്റ്, സബ്സ്റ്റാൻഷിയേറ്റ് ദി സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ചെറിയ സ്റ്റേറ്റ്മെൻറ്റ് തന്നേക്കുകയാണ്, എന്നിട്ട് അത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുക, അത് വിവരിക്കുക എന്നാണ് പറഞ്ഞേക്കുന്നത്. ജെൻഡർ ഈസ് എ സോഷ്യൽ കൺസ്ട്രക്റ്റ്. ജെൻഡർ എന്ന് പറയുന്നത് ഒരു സോഷ്യൽ കൺസ്ട്രക്റ്റ് ആണ് എന്നുള്ളതാണ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ അത് നിങ്ങൾ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എങ്ങനെ നമ്മൾ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യും? എന്താണ് ജെൻഡർ? ജെൻഡർ ഈസ് എ സോഷ്യൽ കൺസ്ട്രക്റ്റ് എന്നാണ് പറയുന്നത്. കറക്റ്റാണോ നോക്കാം. ജെൻഡർ ഈസ് നെയ്തർ ബയോളജിക്കൽ നോർ കോൺസ്റ്റൻറ്റ്. ജെൻഡർ ബയോളജിക്കലാന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. കോൺസ്റ്റൻ്റ് ആയിരുന്നു പറയാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ടാണ് ജെൻഡർ ഈസ് നെയ്തർ ബയോളജിക്കലും അല്ല നോർ കോൺസ്റ്റൻറ്റും അല്ല. സോ ഇറ്റ് ഈസ് എ അക്വയർഡ് ആൻഡ് സ്ട്രെങ്തേൺ ത്രൂ സോഷ്യൽ ഇൻ്റർവെൻഷൻ. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെയാണ് അക്വയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതൊരു അച്ചീവ്ഡ് സ്റ്റാറ്റസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ? എന്ന് വെച്ചാൽ എന്താണ്? സൊസൈറ്റിയിൽ ഒരാൾ തന്നെ നേടിയെടുക്കുന്നതിനെയാണ് ജെൻഡർ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ അക്വയർഡ് ആൻഡ് സ്ട്രെങ്തേൺ ത്രൂ സോഷ്യൽ ഇൻ്റർവെൻഷൻ. അത് കൂടുതൽ സ്ട്രോങ് ആവുന്നത് എങ്ങനെയാണ്? ത്രൂ ദി സോഷ്യൽ ഇൻ്റർവെൻഷൻ വഴിയായിട്ടാണ്. ദെൻ ജെൻഡർ ഈസ് എ കോൺസെപ്റ്റ് ബിയോണ്ട് സെക്സ്. അപ്പോൾ നമ്മൾ ജെൻഡറും സെക്സും തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ കണ്ടിട്ടുള്ളതാണ്. ജെൻഡർ എന്ന് പറയുന്നത് എന്താണ്? ഈസ് എ കോൺസെപ്റ്റ് ബിയോണ്ട് സെക്സ് അല്ലേ? സെക്സിനേക്കാളും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് ജെൻഡർ. ഈച്ച് സൊസൈറ്റി ഹാസ് കൺസ്ട്രക്റ്റഡ് മെനി എക്സ്പെക്റ്റേഷൻസ് ആൻഡ് ബിഹേവിയേഴ്സ്. അപ്പോൾ ജെൻഡർ ഈസ് എ സോഷ്യൽ കൺസ്ട്രക്റ്റ് എന്ന് പറയാൻ കാരണം എന്താണ്? സൊസൈറ്റി തന്നെ ഒരാളിൽ നിന്ന് അവൻ ഇന്ന ജെൻഡർ ആണെന്നുണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ജെൻഡർ ഈസ് എ സോഷ്യൽ കൺസ്ട്രക്റ്റ് എന്ന് വിളിക്കുക. വൈ? ഈച്ച് സൊസൈറ്റി ഹാസ് കൺസ്ട്രക്റ്റഡ് മെനി എക്സ്പെക്റ്റേഷൻസ് ആൻഡ് ബിഹേവിയേഴ്സ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ജെൻഡർ ഈസ് എ കോൺസെപ്റ്റ് ബിയോണ്ട് സെക്സ്. പിന്നെ എന്താ പറയുന്നത്? ഈച്ച് സൊസൈറ്റി ഹാസ് കൺസ്ട്രക്റ്റഡ് മെനി എക്സ്പെക്റ്റേഷൻസ് ആൻഡ് ബിഹേവിയേഴ്സ്.
മെയിൽ ആയിക്കോട്ടെ ഫീമെയിൽ ആയിക്കോട്ടെ എന്തായിരിക്കും, അവൻ ആ ഒരു ജെൻഡറിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ സൊസൈറ്റി അവനിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് ജെൻഡറിനെ സ്പെസിഫൈ ചെയ്ത് പറയാൻ പറ്റുള്ളൂ. സോ ജെൻഡർ ഈസ് എ സോഷ്യൽ കൺസ്ട്രക്റ്റ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? കമ്പയർ ആൻഡ് പ്രിപ്പയർ എ ടേബിൾ റിലേറ്റഡ് ടു സെക്സ് ആൻഡ് ജെൻഡർ. അല്ലേ, സെക്സും ജെൻഡറും തമ്മിലുള്ള മേജർ റിലേഷനാണ്. നോക്കിക്കേ, സെക്സും ജെൻഡറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ എന്തൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും? സെക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്യുവർലി ബേസ്ഡ് ഓൺ ബയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പേഴ്സൺ. ഓക്കെ, നമ്മൾ ജനിക്കുമ്പോഴേ നമുക്കറിയാൻ പറ്റും സെക്സ് ഏതാണെന്ന്. അത് എന്തിൻ്റെ ബേസിസിലായിരിക്കും? അവൻ്റെ ബയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ബേസിസിലായിരിക്കും അല്ലേ. അതിൻ്റെ ബേസിസിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒന്നാണ് സെക്സ് എന്ന് പറയുന്നത്. ബട്ട് ജെൻഡർ ഈസ് ടോട്ടലി ഡിഫറെൻറ്റ്. ജെൻഡർ എന്ന് പറയുന്നത് എന്താണ്? സോഷ്യൽ, കൾച്ചറൽ ആൻഡ് സൈക്കോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്. ജെൻഡർ എന്ന് പറയുന്നത് എന്തിനെ ബേസ് ചെയ്തിരിക്കുന്നു? ഒരിക്കലും അവൻ്റെ ഒരു പർട്ടിക്കുലർ കാര്യത്തെ മാത്രം ബേസ് ചെയ്തിട്ടല്ല നമ്മൾ ജെൻഡർ പറയുന്നത്. പിന്നെ സാമൂഹികപരമായിട്ടും സാംസ്കാരികപരമായിട്ടും അതുപോലെ മാനസികപരമായിട്ടുള്ള പ്രത്യേകതകളുടെ ബേസിസിൽ നമ്മൾ പറയുന്നതാണ് എന്ത്? ജെൻഡർ. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ഫീച്ചർ നമ്മൾ പഠിച്ചു. സെക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് പ്യുവർലി ബേസ്ഡ് ഓൺ ബയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലേ. ജൈവശാസ്ത്രപരമായ പ്രത്യേകതകളുടെ ബേസിസിലാണ് നമ്മൾ എന്ത് പറയുന്നത്? സെക്സ് പറയുന്നത്. ബട്ട് ഇൻ കേസ് ഓഫ് ജെൻഡർ നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? സോഷ്യൽ, കൾച്ചറൽ ആൻഡ് സൈക്കോളജിക്കൽ ബേസിസിലാണ് ജെൻഡർ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ദെൻ നോക്കി, സെക്സ് എന്ന് പറയുന്നത് എന്താണ്? അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് ആൻഡ് ജെൻഡർ എന്ന് പറയുന്നത് എന്താണ്? അച്ചീവ്ഡ് സ്റ്റാറ്റസ്. ഓക്കെ, അപ്പോൾ സെക്സ് എന്ന് പറയുന്നത് നമ്മൾ ജനിക്കുമ്പോഴേ നമുക്കറിയാൻ പറ്റുന്ന ഒന്നാണ് അല്ലേ. പക്ഷേ ജെൻഡർ എന്ന് പറയുന്നത് എന്താണ്? അവൻ ആ ഒരു സൊസൈറ്റിയിൽ ജീവിച്ച് തുടങ്ങി കാലക്രമേണ അച്ചീവ് ചെയ്തെടുക്കുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് ഇതിനെ അച്ചീവ്ഡ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. അതെപ്പോൾ വേണമെങ്കിലും അതിൽ മാറ്റം വരാം അല്ലേ. സെക്സും ജെൻഡറും എപ്പോഴും സെയിം ആയിരിക്കണമെന്നുണ്ടോ? ഇല്ല, അതിൽ കാലക്രമേണ മാറ്റം വരാം. സോ അതെന്ന് പറയുന്നത് അവൻ സൊസൈറ്റിയിൽ നിന്ന് ഒരു സൊസൈറ്റിയുടെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് അവൻ ജീവിക്കുവാണെങ്കിൽ കാലക്രമേണ അവൻ നേടിയെടുക്കുന്ന ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ജെൻഡർ എന്ന് വിളിക്കുക. സോ ദാറ്റ് ഈസ് എ അച്ചീവ്ഡ് സ്റ്റാറ്റസ്. ദെൻ സെക്സിൻ്റെ ബേസിസിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഡിഫൈൻസ് മെയിൽസ് ആൻഡ് ഫീമെയിൽസ്. ഓക്കെ, അപ്പോൾ ജെൻഡർ എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് മേക്സ് മാസ്കുലിനിറ്റി ആൻഡ് ഫെമിനിറ്റി ഇൻ അസ്. ഓക്കെ, ഇപ്പോൾ എന്താണ്? ഫീമെയിൽ ആണെങ്കിൽ അതിൽ ഫെമിനിറ്റി എന്ന് നമ്മൾ പറയും. ഇനി മെയിൽ ആണെങ്കിൽ മാസ്കുലിനിറ്റി എന്ന് പറയും. അപ്പോൾ അതിൻ്റെ മാസ്കുലിനിറ്റി ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഫെമിനിറ്റി ഫീച്ചേഴ്സ് ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ പറയുന്നതാണ് ജെൻഡർ. ദെൻ സെക്സ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, മെയിൽ ആൻഡ് ഫീമെയിൽ. ഓക്കെ, അപ്പോൾ ഇതാണ് സെക്സും ജെൻഡറും തമ്മിലുള്ള മേജർ ഡിഫറൻസ്. നമ്മൾ 2 ബോക്സിലായിട്ട് പഠിച്ചതാണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു മീൻ ബൈ സോഷ്യൽ നോംസ് ആൻഡ് എക്സ്പ്ലെയിൻ വിത്ത് എക്സാമ്പിൾസ്. ഓക്കെ, എന്താണ് ഈ സോഷ്യൽ നോംസ് എന്ന് പറയുന്നത്? ദെൻ നമ്മൾ എക്സാമ്പിൾസ് വെച്ചിട്ട് നോക്കുകയാണ്. ഓക്കെ, സോഷ്യൽ നോംസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. സോഷ്യൽ നോംസ് എന്ന് പറയുന്നത് കുറച്ച് സാമൂഹികപരമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് രീതികളാണ്, പെരുമാറ്റ രീതികളാണ് അല്ലേ. സോഷ്യൽ നോംസ് ആർ അൺറിട്ടൺ ലോസ് റിഗാർഡിംഗ് ബിലീഫ്സ്. ഓക്കെ, ഇപ്പോൾ സോഷ്യൽ നോംസ് എന്ന് പറയുന്നത് എന്താണ്? അതൊരു ലോ ആണ്, പക്ഷേ അൺറിട്ടൺ ലോസ് ആണ്. എന്ന് വെച്ചാൽ എഴുതപ്പെടാത്ത നിയമങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? സോഷ്യൽ നോംസ് എന്ന് വിളിക്കുക. സോഷ്യൽ നോംസ് ആർ അൺറിട്ടൺ ലോസ് ആൻഡ് ദാറ്റ് റിഗാർഡിംഗ് ബിലീഫ്സ്. അത് എന്തിനെയൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും? നമ്മുടെ ചില വിശ്വാസങ്ങളെ ബേസ് ചെയ്തിട്ടായിരിക്കും. ദെൻ ബിഹേവിയേഴ്സ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ് ദാറ്റ് ആർ കൺസിഡേർഡ് അക്സെപ്റ്റബിൾ ഇൻ എ സെർട്ടൈൻ സോഷ്യൽ ഗ്രൂപ്പ് ഓർ കൾച്ചർ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. സോഷ്യൽ നോംസ് ആർ അൺറിട്ടൺ ലോസ് റിഗാർഡിംഗ് ബിലീഫ്സ്, ബിഹേവിയേഴ്സ് ആൻഡ് ആറ്റിറ്റ്യൂഡ് ദാറ്റ് ആർ കൺസിഡേർഡ് അക്സെപ്റ്റബിൾ ഇൻ എ സെർട്ടൈൻ സോഷ്യൽ ഗ്രൂപ്പ് ഓർ കൾച്ചർ. ഓക്കെ, ഒരു സംസ്കാരത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക സാമൂഹിക വിഭാഗത്തിനുള്ളിൽ അവർ അംഗീകരിച്ചിട്ടുള്ള ചില പ്രത്യേക രീതികളെ വിളിക്കുന്ന പേരാണ് എന്ത്? സോഷ്യൽ നോംസ്. അത് മേ ബി ഓൺ ദി ബേസിസ് ഓഫ് അവരുടെ വിശ്വാസത്തിലുള്ള രീതികളാവാം, അല്ലെങ്കിൽ പെരുമാറ്റത്തിലുള്ളതാവാം, അല്ലെങ്കിൽ അവരുടെ മനോഭാവത്തിലുള്ള രീതികളാവാം. ദാറ്റ് ആർ കൺസിഡേർഡ് അക്സെപ്റ്റബിൾ ഇൻ എ സെർട്ടൈൻ സോഷ്യൽ ഗ്രൂപ്പ്. അത് ആ ഒരു സൊസൈറ്റിയിൽ അവർ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു രീതിയായിരിക്കും. ഓക്കെ, അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള അംഗീകരിച്ചിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ എല്ലാവരും ഒരേപോലെ ഫോളോ ചെയ്യാൻ
തീരുമാനിച്ചിട്ടുള്ള ആ ഒരു കുറച്ച് പെരുമാറ്റ രീതികളെ നമ്മൾ വിളിക്കുന്നതാണ് എന്ത്? സോഷ്യൽ നോംസ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നിയമങ്ങളാണ്, പക്ഷേ അതെന്താണ്? അൺറിട്ടൺ ലോസ് ആണ്. ഓക്കെ, റിട്ടൺ ലോസ് അല്ല, പിന്നെയോ അൺറിട്ടൺ ലോസ് ആണ്. ഓക്കെ, അപ്പോൾ ഗ്രീറ്റിംഗ് ആൻഡ് താങ്കിങ് ഇൻഡിവിജ്വൽസ് ആർ എക്സാമ്പിൾസ് ഓഫ് സോഷ്യൽ നോംസ്. അപ്പോൾ ഇത് നമ്മൾ പഠിക്കുന്നത് എവിടെ നിന്നൊക്കെ ആയിരിക്കും? നമ്മുടെ ബേസിക് ആയിട്ടുള്ള പെരുമാറ്റങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ നമ്മുടെ ഫാമിലിയിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സോ ടീച്ചേഴ്സിൽ നിന്നൊക്കെ നമ്മൾ പഠിക്കുന്ന ചില ബേസിക് ആയിട്ടുള്ള പെരുമാറ്റ രീതികളുണ്ടല്ലോ, അതിനെയൊക്കെയാണ് നമ്മൾ സോഷ്യൽ നോംസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു മിഠായി കിട്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ താങ്ക്സ് പറയണം. അതുപോലെ നിങ്ങൾ സ്കൂളിലായിക്കോട്ടെ അല്ലെങ്കിൽ രാവിലെ ആരെങ്കിലും കാണുമ്പോഴത്തേക്കും ഒന്ന് ഗുഡ് മോർണിംഗ് പറഞ്ഞൊന്ന് ഗ്രീറ്റ് ചെയ്യുക. ഇതൊക്കെ എന്താണ്? ഇപ്പോൾ ഇതൊക്കെ നമുക്ക് പഠിപ്പിച്ച് തന്നിരിക്കുന്നത് ആരായിരിക്കും? നമ്മുടെ സൊസൈറ്റി തന്നെയാണല്ലേ. അപ്പോൾ സൊസൈറ്റിയിൽ കുറച്ച് ഗ്രൂപ്പ് ഇത് ഫോളോ ചെയ്യുന്നു, അത് നമ്മളിലേക്ക് പാരമ്പര്യമായിട്ട് ഇങ്ങനെ കൈമാറ്റം ചെയ്ത് എത്തിയിരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇതെന്ന് പറയുന്നത് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? രാവിലെ എഴുന്നേൽക്കും ആരെങ്കിലും കാണുമ്പോൾ അല്ലെങ്കിൽ സ്കൂളിൽ ടീച്ചർ നിങ്ങളുടെ ക്ലാസ്സിലേക്ക് വരുമ്പോഴത്തേക്കും ഗുഡ് മോർണിംഗ് പറയണം, എഴുന്നേറ്റ് നിൽക്കണം, ഇതൊക്കെ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുള്ള നിയമങ്ങളാണോ? അല്ല, അൺറിട്ടൺ ലോസ് ആണ്. പക്ഷേ ചില സൊസൈറ്റിയിൽ ചില ഗ്രൂപ്പ്സിനുള്ളിൽ നിലനിൽക്കുന്ന ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളെ പെരുമാറ്റ രീതികളെയൊക്കെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? സോഷ്യൽ നോംസ്. അപ്പോൾ ഓരോ വിഭാഗങ്ങൾക്കിടയിലും അവർ മൊത്തത്തിൽ ഫോളോ ചെയ്യുന്ന ഇതുപോലത്തെ ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ രീതികൾ കാണും കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ എക്സാമ്പിളായിട്ട് എല്ലാവരും പൊതുവേ ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് ഈ ഗ്രീറ്റിംഗ്സ് എക്സാമ്പിളായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? സോഷ്യൽ നോംസ്. ഓർത്തോളുക, ദാറ്റ് ഈസ് അൺറിട്ടൺ ലോസ് റിഗാർഡിംഗ് ബിലീഫ്സ്, behaviors and attitudes that are considered acceptable in a certain social group or culture. Then അടുത്തൊരു ക്വസ്റ്റ്യൻ, upper cloth revolt and കല്ലുമാല uprising are the instance of revolts in history led by women. ഓക്കെ, അപ്പോൾ ചരിത്രത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ സ്ത്രീകൾ നേതൃത്വം കൊടുത്തിട്ടുള്ള വിപ്ലവങ്ങൾക്ക് ഏതാനും എക്സാമ്പിൾസ് ആണ് ഈ ഒരു അപ്പർ ക്ലോത്ത് റിവോൾട്ട്, മേൽമുണ്ട് മറയ്ക്കുക, അതുപോലെ തന്നെ കല്ലുമാല റിവോൾട്ട് എന്നൊക്കെ പറയുന്നത്, അപ്രൈസിംഗ് എന്നൊക്കെ പറയുന്നത്. സോ ഹൂ ഫേസ്ഡ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ അലോങ് വിത്ത് കാസ്റ്റ് ഓപ്പറേഷൻ എക്സ്പ്ലെയിൻ. ഓക്കെ, ദെൻ എന്താണ് ഈ അപ്പർ ക്ലോത്ത് റിവോൾട്ട് അല്ലെങ്കിൽ മാറുമറയ്ക്കൽ സമരം? മാറിപ്പോയതാട്ടോ. അപ്പർ ക്ലോത്ത് റിവോൾട്ട് അല്ലെങ്കിൽ മാറുമറയ്ക്കൽ സമരം എന്ന് പറയും. അപ്പോൾ അതെന്ന് പറയുന്നത് എന്തായിരുന്നു? the struggle of the women of South Travancore for the right to wear clothes during the early 19th century. early 19th centuryയിൽ ട്രാവൻകൂറിൽ, സൗത്ത് ട്രാവൻകൂറിലുള്ള സ്ത്രീകൾ നടത്തിയിട്ടുള്ള സമരമാണ്. അവർക്ക് മാറുമറയ്ക്കാനുള്ള സ്വാതന്ത്ര്യം നേടിയെടുക്കാനായിട്ട് അവർ തന്നെ മുന്നോട്ട് വന്നു. അവർ സമരം ചെയ്തിട്ടുള്ളതിനെയാണ് നമ്മൾ അപ്പർ ക്ലോത്ത് റിവോൾട്ട് എന്ന് വിളിക്കുക. the struggle of the women ഓഫ് സൗത്ത് ട്രാവൻകൂർ. സൗത്ത് ട്രാവൻകൂറിലെ സ്ത്രീകളാണ് ഇതിന് നേതൃത്വം കൊടുത്തത്. എന്തിനു വേണ്ടിയിട്ടാണ് അവർ സമരം നടത്തിയത്? ഫോർ ദി റൈറ്റ് ടു വിയർ ക്ലോത്ത്സ് ഡ്യൂറിങ് ദി ഏർലി 19th century. 19ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഈ ഒരു നോർത്ത് ട്രാവൻകൂറിലുള്ള സ്ത്രീകൾ ഇതിന് നേതൃത്വം കൊടുത്ത് അവർക്ക് മേൽമുണ്ട് ധരിക്കാനായിട്ടുള്ള അവകാശത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മാറുമറയ്ക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് അവർ സമരം ചെയ്തത്. സോ ദിസ് ഈസ് നോൺ ആസ് ദി അപ്പർ ക്ലോത്ത് റിവോൾട്ട്. ഓക്കെ, ഇപ്പോൾ മാറുമറയ്ക്കൽ സമരം എന്ന് ഇത് അറിയപ്പെടുന്നു, അല്ലെങ്കിൽ അപ്പർ ക്ലോത്ത് റിവോൾട്ട്. അപ്പോൾ അതിന് നേതൃത്വം കൊടുത്തത് ആരാണ്? സൗത്ത് ട്രാവൻകൂറിലെ സ്ത്രീകളാണ് അതിന് നേതൃത്വം കൊടുത്തത്. എന്തിനു വേണ്ടിയിട്ടാണ്? അവർക്ക് മാറുമറയ്ക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യം അല്ലെങ്കിൽ മേൽമുണ്ട് ധരിക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു സമരം നടത്തിയത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് കല്ലുമാല അപ്രൈസിംഗ് എന്ന് പറയുന്നത്. കല്ലുമാല അപ്രൈസിംഗ് എന്തായിരുന്നു? ഇറ്റ് വാസ് മാൻഡറ്ററി ഫോർ വിമൻ ഫ്രം ദി പുലയ കമ്മ്യൂണിറ്റി. അതായത് പുലയ കമ്മ്യൂണിറ്റിയിലുള്ള സ്ത്രീകൾ വിച്ച് വാസ് ദെൻ കൺസിഡേർഡ് എ ലോവർ കാസ്റ്റ്. അപ്പോൾ അവർ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യപ്പെട്ടിട്ടുള്ളത്? ലോവർ കാസ്റ്റ് ആയിട്ടാണ് അവരെ കൺസിഡർ ചെയ്തിരുന്നത്. ദെൻ ടു വിയർ നെക്ലേസ് മോഡ് ഓഫ് സ്റ്റോൺ ഓർ പീസസ് ഓഫ് ബ്രോക്കൺ ഗ്ലാസ്. അപ്പോൾ അവരെങ്ങനെയാണ്? അവർ ആഭരണങ്ങൾ ധരിക്കുമ്പോൾ ഇങ്ങനെ പൊട്ടിയിട്ടുള്ള ചില്ലുകൾ അല്ലെങ്കിൽ പൊട്ടിയ ഗ്ലാസ്സുകളൊക്കെ വെച്ചിട്ടുള്ള ആഭരണങ്ങൾ ധരിക്കണം. അവരെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട്, ഈ പുലയ കാറ്റഗറിയിലുള്ള വിമൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് അവർ ഇത്തരത്തിലുള്ള നെക്ലേസ് ഒക്കെ ധരിക്കണം, അതും ചില്ല് കൊണ്ടുള്ള നെക്ലേസ് ധരിക്കണം എന്നുള്ള നിയമം നിലനിന്നിരുന്നു. ദെൻ അതിനെതിരായിട്ട് നടത്തിയിട്ടുള്ള സമരമാണ് ദ കല്ലുമാല അപ്രൈസിംഗ്. ഇനി അതിന് നേതൃത്വം കൊടുത്തത് ആരാണ്? അയ്യൻകാളിയാണ്. ലെഡ് ബൈ അയ്യൻകാളി വാസ് ഹെൽഡ് എഗനിസ്റ്റ് ദി ഓപ്രസീവ് പ്രാക്ടീസ് ഇൻ പെരിനാട്. പെരിനാടിലാണ് ഈ ഒരു സിസ്റ്റം നിലനിന്നിരുന്നത്. അപ്പോൾ ഇതിനെതിരെ നടന്നിട്ടുള്ള സമരത്തെയാണ് നമ്മൾ കല്ലുമാല അപ്രൈസിംഗ് എന്ന് വിളിക്കുക. ദെൻ അതിന് നേതൃത്വം കൊടുത്തത് ആരായിരുന്നു? അയ്യൻകാളിയായിരുന്നു.
ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. സെലക്ട് ആൻഡ് റൈറ്റ് ദി കറക്റ്റ് ആർട്ടിക്കിൾ ഗിവൺ ബിലോ റിഗാർഡിംഗ് ദി ജെൻഡർ ഇൻ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഓക്കെ, അപ്പോൾ ഭരണഘടനയിൽ ജെൻഡറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആർട്ടിക്കിൾ ഏതാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാം. Okay, select and write the correct article given below regarding the gender in the Constitution of India. Article 15, there shall be no gender-based discrimination against any individual. Then 16, equality of opportunity for all genders. Then third one, Article 21, all genders have the right to dignity, individual liberty and privacy. Then fourth one, Article 14, equality of all genders. Which is the correct answer? ഏതായിരിക്കും? ഒന്ന് കമൻറ്റ് ചെയ്യണേ. Yeah, so the correct answer is option D. എല്ലാ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ? കാരണം എന്താണ്? ആർട്ടിക്കിൾ 15 ദർ ഷാൽ ബി നോ ജെൻഡർ ബേസ്ഡ് ഡിസ്ക്രിമിനേഷൻ എഗനിസ്റ്റ് എനി ഇൻഡിവിജ്വൽ, കറക്റ്റാണ്. ദെൻ ഈക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഫോർ ഓൾ ജെൻഡേഴ്സ്, എല്ലാ ജെൻഡേഴ്സിനും ഒരേപോലെ അവസരങ്ങൾ കൊടുക്കുക. ദെൻ ഓൾ ജെൻഡേഴ്സ് ഹാവ് ദി റൈറ്റ് ടു ഡിഗ്നിറ്റി, എല്ലാ ജെൻഡേഴ്സിനും ഡിഗ്നിറ്റി, അവന് ആ ഒരു പദവി കിട്ടണം, അവന് ഒരു ഇന്ത്യൻ പൗരനാണെന്നുള്ള ആ ഒരു അംഗീകാരം അവന് കിട്ടണം. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ലിബേർട്ടി, ഒരു ഇൻഡിവിജ്വലിന് കിട്ടേണ്ട എല്ലാ ലിബേർട്ടി എല്ലാ ജെൻഡറിനും കിട്ടണം. ദെൻ പ്രൈവസി, ഇത്രയും കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 21. ദെൻ ആർട്ടിക്കിൾ 14 പ്രൊവൈഡ് ഈക്വാലിറ്റി ഓഫ് ഓൾ ജെൻഡേഴ്സ് അല്ലേ? റൈറ്റ് ടു ഈക്വാലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതാണ് ആർട്ടിക്കിൾ 14 എന്ന് പറയുന്നത്. അപ്പോൾ അത് എല്ലാ ജെൻഡേഴ്സിനും ഒരേപോലെ അവകാശങ്ങൾ കിട്ടണം. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും. സോ ദി കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ഓക്കെ, അപ്പോൾ നമ്മൾ ലിസ്റ്റ് ഓഫ് ദി ഫീച്ചേഴ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓൾറെഡി കണ്ടല്ലേ. നെക്സ്റ്റ് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഫിൽ ദി ബോക്സസ് വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾസ്. നോക്കിയേ, ഇവിടെ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്, ഇങ്ങനെ മൂന്നായിട്ട് നിങ്ങൾ കാറ്റഗറൈസ് ചെയ്ത് എഴുതണം. ഓക്കെ, അപ്പോൾ ഇതെന്താണെന്നറിയോ? യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്, യൂണിയൻ ലിസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഗവൺമെൻറ്റിൽ തന്നെ നമുക്കറിയാം സെൻട്രൽ ഗവൺമെൻറ്റും ഉണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഉണ്ട് അല്ലേ? അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് നടക്കുമ്പോൾ ഈ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ എല്ലാ മേഖലകളുടെയും പ്രവർത്തനങ്ങളെന്ന് പറയുന്നത് എങ്ങനെയൊക്കെയാണ് നടക്കുന്നത്? ഇവിടേക്കൊക്കെയുള്ള അധികാരങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ കേന്ദ്ര ഗവൺമെൻറ്റിനും കേരള അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റിനുമായിട്ട് വിഭജിച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിൽ മാത്രം വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനെയാണ് നമ്മൾ യൂണിയൻ ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ യൂണിയൻ ലിസ്റ്റിലുള്ള കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ആരായിരിക്കും? അത് സെൻട്രൽ ഗവൺമെൻറ് ആയിരിക്കും. ദെൻ സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ് മാത്രം ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അതാണ് സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ കൺകറൻറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇതിലുള്ള കാര്യങ്ങൾ ഈ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും ഒരുമിച്ച് നിന്ന് ചെയ്യുന്നതായിരിക്കും കൺകറൻറ്റ് ലിസ്റ്റിലുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ആ എക്സാമ്പിൾസ് നിങ്ങൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള ടേബിളിലേക്ക് എഴുതുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ന്യൂ ട്രെയിൻ അലൗഡ് ടു കേരള. ഒരു ട്രെയിൻ കേരളത്തിലേക്ക് വരികയാണ്. ഓക്കെ, അപ്പോൾ അത് ഇതിൽ ഏത് ലിസ്റ്റിൽ വരുന്നു? പിന്നെ ഇന്ത്യ സൈൻ ഡിപ്ലോമാറ്റിക് എഗ്രിമെൻറ്റ് വിത്ത് ശ്രീലങ്ക. ദെൻ ജയിൽ റൂൾസ് വെർ റിവൈസ്ഡ് ആൻഡ് ന്യൂ പോലീസ് പോളിസി അനൗൺസ്ഡ്. Then revising the structure of undergraduate courses and national forest policy announced. ഏതൊക്കെ വരും? ന്യൂ ട്രെയിൻ അലൗഡ് ടു കേരള എന്ന് ഓർത്തോളുക. റെയിൽവേ എന്ന് പറയുന്നത് എപ്പോഴും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ന്യൂ ട്രെയിൻ അലൗഡ് എന്ന് പറയുന്നത് അപ്പോൾ എന്തായിരിക്കും? സെൻട്രൽ ഗവൺമെൻറ് ഹാൻഡിൽ ചെയ്യുന്ന വിഷയങ്ങൾ യൂണിയൻ ലിസ്റ്റിലാണ് വരുന്നത്. സോ ന്യൂ ട്രെയിൻ അലൗഡ് ഇറ്റ്സ് എ പാർട്ട് ഓഫ് യൂണിയൻ ലിസ്റ്റ്. Then
ഇന്ത്യ സൈൻ ഡിപ്ലോമാറ്റിക് എഗ്രിമെൻറ്റ് വിത്ത് ശ്രീലങ്ക. ഉറപ്പായിട്ടും എന്താണ്, രാഷ്ട്രീയ ഒരു ഇന്ത്യ ആൻഡ് ശ്രീലങ്ക തമ്മിലുള്ള കാര്യങ്ങൾ എപ്പോഴും ഹാൻഡിൽ ചെയ്യുന്നത് യൂണിയൻ ലിസ്റ്റ് ആയിരിക്കും അല്ലേ. സോ രണ്ടാമത്തെ ഇന്ത്യ സൈൻ ഡിപ്ലോമാറ്റിക് എഗ്രിമെൻറ്റ് വിത്ത് ശ്രീലങ്ക യൂണിയൻ ലിസ്റ്റിലായിരിക്കും. ഡിപ്ലോമാറ്റിക് എഗ്രിമെൻറ്റ് ഇത്ര എഴുതുന്നുള്ളേ. ദെൻ പിന്നെ നമുക്കിനി പെട്ടെന്ന് തന്നെ എടുക്കാവുന്നത് ഈ ഒരു റിവൈസിങ് ദി സ്ട്രക്ചർ ഓഫ് അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സസ്, അതുപോലെ തന്നെ ദി നാഷണൽ ഫോറസ്റ്റ് പോളിസി അനൗൺസ്ഡ്, ന്യൂ പോലീസ് പോളിസി അനൗൺസ്ഡ്, ജയിൽ റൂൾസ് വെയർ റിവൈസ്ഡ്. ഇത്രയൊക്കെ നോക്കുവാണെങ്കിൽ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഈ അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സുകൾ, അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സ് എന്ന് പറയുമ്പോൾ എന്തിൻ്റെ അണ്ടറിലായിരിക്കും? ഉറപ്പായിട്ടും സ്റ്റേറ്റ് ലിസ്റ്റിൻ്റെ അണ്ടറിലായിരിക്കും. യു ജി കോഴ്സസ് ഇടാവേ. പിന്നെന്താണ്? നാഷണൽ ഫോറസ്റ്റ് പോളിസി രണ്ടുപേരും കൂടെയാണ്, സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും. സോ അതിവിടെയാണ് നാഷണൽ ഫോറസ്റ്റ് പോളിസി. ദെൻ ജയിൽ റൂൾസ് ഉണ്ട്, അതുപോലെ ന്യൂ പോലീസ് പോളിസി ഉണ്ട്. ന്യൂ പോലീസ് പോളിസി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സോഷ്യൽ 1 നിന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്ക് സോഷ്യൽ 2 ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഞാൻ അടുത്ത സ്ലൈഡ് എടുത്തോട്ടെ. അപ്പോൾ എല്ലാവരും ഇവിടേക്ക് ഉണ്ടോ? നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ നിങ്ങളിവിടെ ഉണ്ടോ എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയാം നമ്മൾ സോഷ്യൽ സയൻസ് 2. ഇപ്പോൾ നമുക്കറിയാം സോഷ്യൽ സയൻസ് 2 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏതൊക്കെയാണ്? ജോഗ്രഫി അതുപോലെ ഇക്കണോമിക്സ് ഒക്കെയാണ് നമ്മൾ സോഷ്യൽ സയൻസ് 2 ഡിസ്കസ് ചെയ്യുന്നത്. സോഷ്യൽ സയൻസ് 1 നമ്മുടെ ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരിക. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് നമ്മൾ സോഷ്യൽ സയൻസ് 2 ജോഗ്രഫി, എക്കണോമിക്സ് ടോപ്പിക്സുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ വിചാരിക്കും 1 കുറച്ച് ചാപ്റ്റേഴ്സൊക്കെ ഉണ്ടല്ലോ, അത് അടുത്ത ദിവസം സുജിത് സാറ് ക്ലാസ് എടുത്ത് തരുന്നതായിരിക്കും കേട്ടോ. അതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസൊക്കെ സുജിത് സാറ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാവേ. ഓൺ ദി റൂഫ് ഓഫ് ദി വേൾഡ്. ഓൺ ദി റൂഫ് ഓഫ് ദി വേൾഡ് എന്ന് പറയുന്നത് നമ്മുടെ സോഷ്യൽ സയൻസ് 2 ഒരു ചാപ്റ്റർ ആയിരുന്നു, ജോഗ്രഫിയുടെ പാർട്ടിൽ നിന്നുള്ളൊരു ചാപ്റ്ററാണ്. അപ്പോൾ ഇവിടെയുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്. ഇന്ത്യ ഈസ് എ ലാൻഡ് ഓഫ് മിക്സഡ് മൾട്ടി കൾച്ചറലിസം. എക്സ്പ്ലെയിൻ. ഇതൊന്നും നമുക്ക് ഇങ്ങനെ ജസ്റ്റ് കാണാതെ പഠിക്കേണ്ട ആവശ്യം പോലും ഇല്ല അല്ലേ. കാരണം എന്താണ്, നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്നത് എങ്ങനെയാണ്, നാനാത്വത്തിൽ ഏകത്വം എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ. ഇവിടെ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കൾച്ചർ മാത്രമുള്ള ഒരേ ഒരു സംസ്കാരം മാത്രം നമ്മൾ ഫോളോ ചെയ്യുന്നുള്ളൂ അല്ല. ഇവിടെ ഒരുപാട് സംസ്കാരങ്ങളുണ്ട്, ഒരുപാട് ലാംഗ്വേജസ് ഉണ്ട്, പല കാറ്റഗറിയിലുള്ള ആളുകൾ ഇവിടെ ജീവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്നത് എന്താണ്, ഒരു മൾട്ടി കൾച്ചറൽ സിസ്റ്റമാണ് അല്ലേ. സോ അതാണ് ദ എവല്യൂഷൻ ഓഫ് ദിസ് യൂണീക്ക് കൾച്ചറൽ ഡൈവേഴ്സിറ്റി ഈസ് എ ലെങ്തി ഹിസ്റ്ററി. അപ്പോൾ നമ്മളുടെ ഈ ഒരു യൂണീക്ക് കൾച്ചറൽ ഹിസ്റ്ററി എന്ന് പറയുന്നത് നോക്കുകയാണെങ്കിൽ ഇന്നോ ഇന്നലെയോ നടന്നിട്ടുള്ള ഒരു ചെറിയൊരു കാര്യമാണോ? അല്ല, ഇതൊരു വളരെ നാളുകൾക്ക് മുൻപേ ആരംഭിച്ചിട്ടുള്ള ഒരു ജേണിയാണ്. സോ ഇൻ ഫാക്ട് ഇറ്റ് ബിഗാൻ വിത്ത് പ്രിമിറ്റീവ് ഹ്യൂമൻ ഗ്രൂപ്പ്സ് അല്ലേ. നമ്മുടെയൊക്കെ ആദിമ മനുഷ്യരുണ്ടായിരുന്നല്ലേ. ആദിമ മനുഷ്യർ എവിടെ നിന്നൊക്കെയോ കുടിയേറി ഇവിടെ വന്നു. ഒരു കുറച്ച് വിഭാഗക്കാർ ആദ്യമേ ഇവിടെ വന്നു, പിന്നീട് ഇങ്ങനെ പല പല ഗ്രൂപ്പുകൾ ഇവിടെ വന്നു, അങ്ങനെ ഒരുപാട് വിഭാഗങ്ങളിലുള്ളവർ ആയി
അല്ലേ? അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഇത്രയൊക്കെ കൾച്ചർ നമ്മുടെ രാജ്യത്ത് രൂപപ്പെട്ടത്. സോ അതാണ് ഇറ്റ് ബിഗാൻ വിത്ത് ദി പ്രിമിറ്റീവ് ഹ്യൂമൻ ഗ്രൂപ്പ്സ് ഹു കെയിം ടു ദി ഇൻഹാബിറ്റ് ദിസ് ലാൻഡ് ഫ്രം ഫാർ ഓഫ് ലാൻഡ്സ് ഇൻ വെരി ഏൻഷ്യൻ ടൈംസ്. അത് വളരെ പുരാതന കാലം തൊട്ടേ ഇവിടേക്ക് മറ്റു പല പ്രദേശങ്ങളിൽ നിന്നും പല നാടുകളിൽ നിന്നും ആളുകൾ വരാൻ തുടങ്ങി. ദെൻ ലേറ്റർ ഓൺ ദീസ് പീപ്പിൾ ഗോട്ട് മിക്സഡ് വിത്ത് സെവറൽ അതർ ഹ്യൂമൻ ഗ്രൂപ്പ്സ്. പിന്നീട് ഈ ഒരു ആദിമ മനുഷ്യരായിട്ട് മറ്റു പല ഹ്യൂമൻ ഗ്രൂപ്പ്സും ഇവർ മിക്സ് ചെയ്ത് ജീവിക്കാനായിട്ട് തുടങ്ങി. Then and that had come to this land through different routes over different periods of time and whose generations have been living here over thousands of years. ഇനി ഇവരെന്ന് പറയുന്നത് ആയിരക്കണക്കിന് വർഷങ്ങൾ ഇവിടെ ജീവിച്ചു. Then this diversity is evident in language. അപ്പോൾ ഈ ഒരു വൈവിധ്യം എന്ന് പറയുന്നത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളിൽ കാണായിരുന്നു? ഭാഷകളിൽ ഈ ഒരു വൈവിധ്യം നമുക്ക് കാണായിരുന്നു. അതുപോലെ അവരുടെ വസ്ത്രധാരണത്തിൽ ഈ ഒരു വൈവിധ്യം നമുക്ക് കാണായിരുന്നു. ദെൻ അവർ ഫോളോ ചെയ്യുന്ന ട്രഡീഷൻസ്, ഫെസ്റ്റിവൽസ്, ബിലീഫ്സ്, അഗ്രികൾച്ചർ ആൻഡ് ദി ലൈക്ക്, അതുപോലുള്ള എല്ലാ മേഖലകളിലും ഈ ഒരു വ്യത്യസ്തത നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഒരു മൾട്ടി കൾച്ചറലിസം എന്ന് പറയുന്നത്. മൾട്ടി കൾച്ചറലിസം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ആദ്യം പുരാതന മനുഷ്യർ ഇവിടെ ഉണ്ടായിരുന്നു. എവിടെ നിന്നൊക്കെയോ പല നാടുകളിൽ നിന്നും പല കൾച്ചറിലുള്ള ആൾക്കാർ ഇവിടെ വരുന്നു. ഇവരെല്ലാവരും കൂടി ഒരുമിക്കുന്നു. അങ്ങനെ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ഭാഷകൾ ഇവിടെ ഉണ്ടാകുന്നു. വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണ രീതി, കൃഷി രീതി, അതുപോലെ വസ്ത്രധാരണ രീതി, അങ്ങനെ എല്ലാ കാര്യങ്ങളിലും വ്യത്യസ്തത കണ്ടുവന്നു. ഓക്കെ, അങ്ങനെ ദ ജിയോഗ്രഫിക്കൽ ഡൈവേഴ്സിറ്റി ഓഫ് അവർ കൺട്രി ഹാസ് എ ഡിസിസീവ് റോൾ ഇൻ ദി കൺട്രീസ് കൾച്ചറൽ diversity. Then the northern mountains standing as a formidable fortress in the northern part and the vast and fertile plain. Okay, ഇനി നമ്മൾ ആ ഒരു ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സിൻ്റെ ബേസിസിൽ നോക്കുകയാണെങ്കിൽ ഓരോ റീജിയൻസിനും അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളുണ്ടല്ലേ. ഇപ്പോൾ നോർത്തേൺ എന്ന് പറയുന്നത് എന്താണ്? മൗണ്ടൻ റീജിയൻസ് ആണ്. ദാറ്റ് സ്റ്റാൻഡിങ് ആസ് എ ഫോർമിഡബിൾ ഫോർട്രസ് ഇൻ ദി നോർത്തേൺ പാർട്ട് ആൻഡ് ദി വാസ്റ്റ് ആൻഡ് ഫെർട്ടൈൽ പ്ലെയിൻ അല്ലേ. ഏറ്റവും മോസ്റ്റ് ഫെർട്ടൈൽ പ്ലെയിൻ ആയിട്ടാണ് ആ ഒരു നോർത്തേൺ റീജിയൻ ഐഡൻറ്റിഫൈ ചെയ്തിരുന്നത്. ദെൻ ജസ്റ്റ് ടു ദി സൗത്ത് ഓഫ് ഇറ്റ്, ദെൻ ദ ഡെസേർട്ട് ലാൻഡ് ടു ദി വെസ്റ്റ്. ഇനി വെസ്റ്റിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? നോർത്തേൺ റീജിയണിൽ മൗണ്ടെയിൻസ് ആണെങ്കിൽ വെസ്റ്റേൺ റീജിയണിൽ എന്തായിരുന്നു? ഡെസേർട്ട്സ് ആയിരുന്നു. ദെൻ ആൻഡ് ദി എക്സ്റ്റെൻസീവ് പ്ലാറ്റോ ഇൻ ദി സെൻട്രൽ പാർട്ടിൽ നമുക്ക് പീഠഭൂമികൾ കാണാനായി സാധിക്കും. ദെൻ ദ ലെങ്തി കോസ്റ്റൽ സ്ട്രക്ചർ അലോങ് ദി ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ സൈഡ്സ്, ദെൻ ദി ഐലൻഡ്സ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എല്ലാം ബേസിൽ ഒരു ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സിൻ്റെ ബേസിസിൽ, പിന്നെ ഇവിടെയുള്ള ആളുകൾ ഫോളോ ചെയ്തിരുന്ന ലാംഗ്വേജസ്, അവരുടെ കസ്റ്റംസ്, അവരുടെ കൃഷി രീതി, ഇതിൻ്റെ ഒക്കെ ബേസിസിൽ നമുക്ക് പറയാൻ പറ്റും ഇന്ത്യ എന്ന് പറയുന്ന ഒരു മൾട്ടി കൾച്ചറലിസം ഫോളോ ചെയ്യുന്ന ഒരു രാഷ്ട്രമാണ്. ഓക്കെ, ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ, ദ ലാൻഡ്സ്കേപ്പ് ഫൗണ്ട് ഇൻ ദി നോർത്തേൺ മോസ്റ്റ് പാർട്ട് ഓഫ് ഇന്ത്യ ഫീച്ചർ ഈസ്. ഓക്കെ, അപ്പോൾ നോർത്ത് മോസ്റ്റ് പാർട്ട് ഓഫ് ഇന്ത്യയിൽ കാണപ്പെടുന്ന ലാൻഡ്സ്കേപ്പ്, അതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചർ എന്താണ്? അത് ഇന്ത്യൻ ഡെസേർട്ടാണോ, സദേൺ മൗണ്ടൻ റീജിയൻ ആണോ, നോർത്ത് മൗണ്ടൻ റീജിയൻ ആണോ, പെനിൻസുലാർ പ്ലേറ്റോ ആണോ? ഏതാണ് കറക്റ്റ് ആൻസർ? കറക്റ്റ് ആൻസർ ഒന്നും ആലോചിക്കാനില്ല അല്ലേ, നോർത്ത് മൗണ്ടൻ റീജിയൻ ആണ്. കാരണം എന്താ, ക്വസ്റ്റ്യൻ എന്താണ്? നോർത്ത് മോസ്റ്റ് പാർട്ട് ഓഫ് ഇന്ത്യയിൽ കാണുന്ന ലാൻഡ്സ്കേപ്പ് ഏതാണെന്നുള്ളതാണ്. അത് നോർത്തിൽ കാണുന്ന എന്തായിരിക്കും? നോർത്ത് മൗണ്ടൻ റീജിയൻ. നമ്മളിപ്പോൾ തന്നെ പറഞ്ഞല്ലേ, നോർത്തിൽ എന്താണ്? നോർത്ത് മൗണ്ടൻ റീജിയൻ. ആൻഡ് വെസ്റ്റിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? അവിടെ ഡെസേർട്ട് കാണാം. ദെൻ ഈസ്റ്റ് എന്ന് പറയുമ്പോൾ സദേൺ മൗണ്ടൻ റീജിയൻ ആണ്. ഈസ്റ്റിൽ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ അരുണാചൽ പ്രദേശ് അതുപോലുള്ള റീജിയൻസ് ഒക്കെയാണ് നമ്മൾ ഈസ്റ്റേൺ സൈഡിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഓക്കെ, സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, നോർത്ത് മൗണ്ടൻ റീജിയൻ. വെസ്റ്റേൺ പാർട്ടിലാണ് ഡെസേർട്ടുകളൊക്കെ കാണുന്നത്. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ഓക്കെ, ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇറ്റ് ഈസ് ദി മോസ്റ്റ് ഫെർട്ടൈൽ റീജിയൻ എമംഗ് ദി ടെറിട്ടറീസ് ഓഫ് ഇന്ത്യ. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ അതിർത്തി പ്രദേശങ്ങൾക്കുള്ളിൽ ഏറ്റവും മോസ്റ്റ് ഫെർട്ടൈലായിട്ട് കാണപ്പെടുന്ന റീജിയൻ ഏതാണ്? കോസ്റ്റൽ പ്ലെയിൻ ആണോ, ഗ്രേറ്റ് പ്ലെയിൻ ഓഫ് ദി നോർത്ത് ആണോ, നോർത്ത് മൗണ്ടൻ റീജിയൻ ആണോ, ദി നോർത്തേൺ പ്ലെയിൻസ് ആണോ? ഇതിലേതാണ് മോസ്റ്റ് ഫെർട്ടൈൽ റീജിയൻ ആയിട്ട് അറിയപ്പെടുന്നത്? മോസ്റ്റ് ഫെർട്ടൈൽ റീജിയൻ ഉറപ്പായിട്ടും ഏതായിരിക്കും? നോർത്തേൺ പ്ലെയിൻസ് ആണല്ലേ. നോർത്തേൺ പ്ലെയിൻസ് ആണ് മോസ്റ്റ് ഫെർട്ടൈൽ റീജിയൻ ആയിട്ട് അറിയപ്പെടുന്നത്. ഇറ്റ് ഈസ് ദി മോസ്റ്റ് ഫെർട്ടൈൽ റീജിയൻ എമംഗ് ദി ടെറിട്ടറീസ് ഓഫ് ഇന്ത്യ. ഓക്കെ, ഇന്ത്യൻ ടെറിട്ടറി പ്രദേശങ്ങൾ നോക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും ഫെർട്ടൈൽ ആയിട്ടുള്ള റീജിയൻ എന്ന് പറയുന്നത് ഏതാണ്? ദാറ്റ്സ് ഓപ്ഷൻ ഡി ഈസ് ദി കറക്റ്റ് ആൻസർ, നോർത്തേൺ
പ്ലെയിൻസ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദി മേജർ ടോപ്പോഗ്രഫിക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി നോർത്തേൺ മൗണ്ടെയിൻ റീജിയൻ? ഇനി ഈ ഒരു നോർത്തേൺ മൗണ്ടെയിൻ റീജിയൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പോഗ്രഫിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് വെച്ചാൽ എന്താണ്? ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ അല്ലേ? ഈ ഒരു നോർത്തേൺ മൗണ്ടെയിൻ റീജിയൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ്? ഓക്കെ, ബേസ്ഡ് ഓൺ നമുക്ക് അതിൻ്റെ ആൻസർ ആയിട്ട് ഇങ്ങനെ പറയാം, based on topographic characteristics the northern mountain region is divided into. അപ്പോൾ ഈ ഒരു ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ ഒരു നോർത്തേൺ മൗണ്ടെയിൻ റീജിയനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. നോർത്തേൺ മൗണ്ടെയിൻ റീജിയൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർത്തോളുക, നോർത്ത് പാർട്ട് എന്ന് പറയുന്നതാണ് പ്രധാനപ്പെട്ട മൗണ്ടെയിൻ റീജിയൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഈ നോർത്തേൺ മൗണ്ടെയിൻ റീജിയനെ നമ്മൾ മൂന്നായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അത് എന്തൊക്കെയാണ്? ട്രാൻസ് ഹിമാലയാസ്, ഹിമാലയാസ് ആൻഡ് ഈസ്റ്റേൺ ഹിൽസ്. എന്തൊക്കെയാണ്? ട്രാൻസ് ഹിമാലയാസ്, ഹിമാലയാസ് ആൻഡ് ഈസ്റ്റേൺ ഹിൽസ്. ഓക്കെ, ക്ലിയർ അല്ലേ? ട്രാൻസ് ഹിമാലയാസ് ഉണ്ട്, ഹിമാലയാസ് ഉണ്ട്, അതുപോലെ ഈസ്റ്റേൺ ഹിൽസ് ഉണ്ട്. ഇങ്ങനെ മൂന്നായിട്ട് നമ്മൾ ഈ ഒരു ടോപ്പോഗ്രഫിക് ഫീച്ചേഴ്സിൻ്റെ ബേസിസിൽ നോർത്തേൺ മൗണ്ടെയിൻ റീജിയനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ, ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ടോപ്പോഗ്രഫിക് ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ബേസിസിൽ നോർത്തേൺ മൗണ്ടെയിൻ റീജിയനെ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു, ഏതൊക്കെയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. അത് ഏതൊക്കെയാണ്? ട്രാൻസ് ഹിമാലയാസ്, ഹിമാലയാസ് ആൻഡ് ഈസ്റ്റേൺ ഹിൽസ്. അടുത്തൊരു ക്വസ്റ്റ്യൻ, പ്രിപ്പയർ എ നോട്ട് ഓൺ ദി ഹിമാചൽ റീജിയൻ. ഹിമാചൽ റീജിയനെ പറ്റി ഒരു നോട്ട് ഉണ്ടാക്കുക. ഓക്കെ, അപ്പോൾ ഹിമാചൽ എന്ന് പറയുന്നത് എന്തായിരുന്നു? To the north of the Shivaliks is the Himachal mountain region. ഷിവാലിക് എന്ന് പറയുന്നത് ഈ ഹിമാലയൻ മൗണ്ടെയിൻ റീജിയൻ്റെ ഒരു പാർട്ടാണ്. ആ ഒരു ഷിവാലിക്കിൻ്റെ തന്നെ നോർത്ത് പോർഷനാണ് എന്ത്? ഈ ഒരു ഹിമാചൽ മൗണ്ടെയിൻ എന്ന് പറയുന്നത്. ഷിവാലിക്കിൻ്റെ തന്നെ നോർത്ത് പോർഷനാണ് ഹിമാചൽ മൗണ്ടെയിൻ റേഞ്ച് വിത്ത് ആൻ ആവറേജ് എലിവേഷൻ റേഞ്ചിങ് ഫ്രം 3500 to 4500 meters above the mean sea level. ഓക്കെ, അപ്പോൾ കടലിൽ നിന്നും എത്ര മീറ്റർ ഉയരത്തിലാണ് ഈ ഒരു മൗണ്ടെയിൻ റേഞ്ച് കാണാനായിട്ട് സാധിക്കുക? 3500-നും 4500-നും ഇടയിൽ ആ ഒരു മീറ്ററിൽ നമ്മൾ കാണുന്ന മൗണ്ടെയിൻ ആണ് ഏത്? ഈ ഒരു ഹിമാചൽ മൗണ്ടെയിൻ റീജിയൻ എന്ന് പറയുന്നത്. ദെൻ ദീസ് റേഞ്ച് ഈസ് ഓൾസോ നോൺ ആസ് ലെസർ 13. ഓക്കെ, ഹിമാലയസ് ആൻഡ് ഹാസ് എ വിഡ്ത്ത് റേഞ്ചിങ് ഫ്രം 60 to 80 കിലോമീറ്റർ. ഇനി അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് എത്രയാണ്? 60 to 80 കിലോമീറ്റർ ആണ്. അതിൻ്റെ ഉയരം എന്ന് പറയുന്നത് 3500 to 4500 meters ആണ്. ദെൻ എന്ന് പറയുന്നത് ഏത് പോർഷനിലാണ് നമ്മൾ കാണുന്നത്? ടു ദി നോർത്ത് ഓഫ് ദി ഷിവാലിക്. ഷിവാലിക്കിൻ്റെ നോർത്തിൽ കാണുന്നതാണ് ഏത്? ഈ ഒരു ഹിമാചൽ മൗണ്ടെയിൻ റീജിയൻ. ഓക്കെ, ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദി ഫോർമേഷൻ ഓഫ് ദി ഹിമാലയൻ മൗണ്ടെയിൻ റീജിയൻ. അതൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആട്ടോ. ഈ ഒരു ഹിമാലയൻ മൗണ്ടെയിൻ റീജിയൻ്റെ ഫോർമേഷൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ ഫോർമേഷൻ എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, എങ്ങനെയാണ് ഈ ഒരു ഹിമാലയൻ മൗണ്ടെയിൻ റീജിയൻ ഫോം ചെയ്തത്? നോക്കിയേ, the Indian plate, which includes peninsular India and the Australian continent, was located in the southern hemisphere about 150 to 160 million years ago. Then as it moved northwards and came close to the Eurasian plate, the Tethys situated between the two land masses then started uplifting. This is how the Himalayas were formed. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഹിമാലയാസ് ഫോം ചെയ്തതെന്ന് പറഞ്ഞേക്കാണ്. അപ്പോൾ അത് തന്നെ പറയുകയാണ്, ആദ്യം ഇന്ത്യൻ പ്ലേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? പെനിൻസുലാർ ഇന്ത്യ അതുപോലെ ഓസ്ട്രേലിയൻ കോണ്ടിനെൻറ്റും ഒരുമിച്ചായിരുന്നു. വാസ് ലൊക്കേറ്റഡ് ഇൻ ദി സദേൺ ഹെമിസ്ഫിയർ. അത് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരുന്നത്? ഈ ഒരു പെനിൻസുലാർ ഇന്ത്യ അതുപോലെ തന്നെ ഈ ഒരു ഓസ്ട്രേലിയൻ കോണ്ടിനെൻറ്റും ലൊക്കേറ്റ് ചെയ്തിരുന്നത് സദേൺ ഹെമിസ്ഫിയറിൽ അബൌട്ട് 150 to 160 million years ago. 150-160 വർഷങ്ങൾക്ക് മുമ്പാണ് കേട്ടോ. സദേൺ ഹെമിസ്ഫിയറിൽ 150 to 160 വർഷങ്ങൾക്ക് മുൻപ് ഈ ഒരു ഓസ്ട്രേലിയൻ കോണ്ടിനെൻറ്റും അതുപോലെ പെനിൻസുലാർ ഇന്ത്യൻ പ്ലേറ്റും ഒരുമിച്ച് കൺസിസ്റ്റ് ചെയ്തിരുന്നു. ഓക്കെ, ആസ് ഇറ്റ് മൂവ്ഡ് നോർത്ത് വേർഡ്സ് ആൻഡ് കെയിം ക്ലോസ് ടു യൂറേഷ്യൻ പ്ലേറ്റ്.
പിന്നീട് അതെന്താണ്, ഈ ഒരു പ്ലേറ്റ് എന്ന് പറയുന്നത് പതുക്കെ മൂവ് ചെയ്ത് യുറേഷ്യൻ പ്ലേറ്റിലേക്ക് അടുത്തു. ദെൻ ദ ടെറ്റീസ് സ്റ്റീപ്പ് സിറ്റുവേറ്റഡ് ബിറ്റ്വീൻ ദ ടു ലാൻഡ് മാസസ് സ്റ്റാർട്ടഡ് അപ്ലിഫ്റ്റിംഗ്. അങ്ങനെ ഇതിനിടയിൽ ഈ രണ്ട് ലാൻഡ് മാസസിനും ഇടയിലായിട്ട് ഒരു പോർഷൻ വന്നു, അത് അപ്ലിഫ്റ്റ് ചെയ്യാനായിട്ട്, അത് വിണ്ട് മാറാനായിട്ട് തുടങ്ങി. ദിസ് ഈസ് ഹൗ അങ്ങനെ ആ ഒരു വിണ്ട് മാറിയിട്ടുള്ള ഒരു പോർഷനാണ് എന്ത്, ഹിമാലയാസ് ആയിട്ട് ഫോം ചെയ്തത് പിന്നീട്. ഓക്കെ, അപ്പോൾ ഇതൊരു യുറേഷ്യൻ പ്ലേറ്റിനോട്ട് അടുത്തപ്പോഴത്തേക്ക് അവിടെ എന്താണ്, അവിടെ ഒരു വിള്ളലുണ്ടായി. ഒരു ഓസ്ട്രേലിയൻ പ്ലേറ്റിനും അതുപോലെ ഇന്ത്യൻ പെനിൻസുലാർ പ്ലേറ്റിനും ഇടയിൽ ഒരു വിള്ളൽ വന്നു. ആ വിള്ളലിൽ നിന്നാണ് അവിടെയാണ് എന്ത് ഫോം ചെയ്തു വന്നത്, ഈ ഒരു ഹിമാലയൻ മൗണ്ടൻ റീജിയൻ ഫോം ചെയ്തു വന്നത്. ദെൻ വാട്ട് ആർ ദി റീജിയണൽ ഡിവിഷൻസ് ഓഫ് ദി ഹിമാലയാസ്? ഇനി ഈ ഹിമാലയാസിൻ്റെ പ്രധാനപ്പെട്ട റീജിയണൽ ഡിവിഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ദ റീജിയണൽ ഡിവിഷൻസ് ഓഫ് ദി ഹിമാലയാസ് ഹാവ് ബീൻ മെയ്ഡ് ഓൺ ദി ബേസിസ് ഓഫ് ദീസ് ക്രോസ് കട്ടിംഗ് റിവേഴ്സ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ്, എന്തിൻ്റെ ബേസിസിലാണ് റീജിയണൽ ഡിവിഷൻസ് നമ്മൾ പറയുന്നത്? ക്രോസ് കട്ടിംഗ് റിവേഴ്സിൻ്റെ ബേസിസിലാണ് അല്ലേ. ദ റീജിയണൽ ഡിവിഷൻസ് ഓഫ് ദി ഹിമാലയാസ് ഈ റിവേഴ്സിൻ്റെ ബേസിസിൽ, റിവേഴ്സിനെ ബൗണ്ടറീസ് ആയിട്ട് വെച്ചുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ ഡിവിഷൻ പറയുക. അപ്പോൾ എന്തൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും, ഈ ഒരു റീജിയണൽ ഡിവിഷൻസ് ഓഫ് ഹിമാലയാസിൻ്റെ പ്രധാനപ്പെട്ട റീജിയണൽ ഡിവിഷൻസ് എന്തൊക്കെയാണ്? വെസ്റ്റേൺ ഹിമാലയാസ് ഉണ്ട്, സെൻട്രൽ ഹിമാലയാസ് ഉണ്ട്, ഈസ്റ്റേൺ ഹിമാലയാസ്. ഓക്കെ, ദീസ് ഹിമാലയൻ റീജിയൻസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 3: വെസ്റ്റേൺ ഹിമാലയാസ്, സെൻട്രൽ ഹിമാലയാസ് ആൻഡ് ഈസ്റ്റേൺ ഹിമാലയാസ്. Then what are the two sections of the Uttarakhand Himalaya? ഓക്കെ, ഇനി എന്താണ് ഈ ഉത്തരാഖണ്ഡ് ഹിമാലയയുടെ ഭാഗമായിട്ട് നമ്മൾ കാണുന്ന രണ്ട് സെക്ഷൻസ് ഏതൊക്കെയായിരിക്കും? Then the western part of the north is known as Garhwal Himalaya and the eastern part is known as the Kumaon Himalaya. ഓക്കെ, അപ്പോൾ ഈ ഉത്തരാഖണ്ഡ് ഹിമാലയയിൽ 2 സെക്ഷൻസ് ഉണ്ട്. അത് ഏതൊക്കെയാണ്? ഗാർവാൾ ഹിമാലയ ഉണ്ട്, അതുപോലെ തന്നെ കുമോൺ ഹിമാലയ ഉണ്ട്. അപ്പോൾ ഗാർവാൾ ഹിമാലയ എന്ന് പറയുന്നത് എന്താണ്? വെസ്റ്റേൺ പാർട്ട് ഓഫ് ദി നോർത്ത് ഹിമാലയൻ റീജിയൻ്റെ വെസ്റ്റേൺ പാർട്ടാണ് ഗാർവാൾ ഹിമാലയ എന്ന് പറയുന്നത്. ദെൻ ഈസ്റ്റേൺ പാർട്ടാണ് എന്ത്? കുൻവാൺ ഹിമാലയ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം പ്രധാനപ്പെട്ട 2 റിവേഴ്സാണ് ഗംഗ റിവർ അതുപോലെ തന്നെ യമുന റിവർ. അപ്പോൾ ഇതിൻ്റെ ഉത്ഭവം എവിടെ നിന്നാണ്? വേർ ഡസ് ദി റിവർ ഗംഗ ആൻഡ് റിവർ യമുന ഒറിജിനേറ്റ് ഫ്രം? എവിടെ നിന്നാണ് ഈ യമുന നദിയും അതുപോലെ ഗംഗ നദിയും ഉത്ഭവിക്കുന്നത്? എവിടെ നിന്നാണ്? ദ ഒറിജിൻ ഓഫ് ദി റിവർ ഗംഗ ആൻഡ് ദി റിവർ ഒറിജിനേറ്റ്സ് ഫ്രം ദി ഗംഗോത്രി യമുനോത്രി ഗ്ലേഷ്യേഴ്സിൽ നിന്നാണ് അല്ലേ. റിവർ ഗംഗ ആൻഡ് ദി റിവർ ഒറിജിനേറ്റ്സ് ഫ്രം ആൻഡ് യമുന എന്നും കൂടെ ഉണ്ട് കേട്ടോ. ഗംഗോത്രി യമുനോത്രി ഗ്ലേഷ്യേഴ്സ്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് നോൺ ആസ് ഡൂൺസ്? ഗിവ് ആൻ എക്സാമ്പിൾ. ഓക്കെ, എന്താണ് ഈ ഡൂൺസ് എന്ന് പറയുന്നത്? അതിന് എക്സാമ്പിൾസും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഓർത്തോളുക, ഡൂൺസ് ആർ ദി ഫ്ലാറ്റ് വാലീസ് ഫൗണ്ട് ബിറ്റ്വീൻ ദ ലേസർ ഹിമാലയാസ് ആൻഡ് ദി ഷിവാലിക് മൗണ്ടെയ്ൻസ്. ഓക്കെ, ഷിവാലിക് മൗണ്ടെയ്ൻ റീജിയൻസിനും അതുപോലെ ലേസർ ഹിമാലയാസിനും ഇടയിൽ കാണുന്ന ഫ്ലാറ്റ് ആയിട്ടുള്ള വാലീസ്, താഴ്വരകളെ വിളിക്കുന്ന പേരാണ് എന്ത്? ഡൂൺസ് എന്ന് പറയുന്നത്. ഓക്കെ, ഡൂൺസ് ആർ ഫ്ലാറ്റ് വാലീസ് ഫൗണ്ട് ബിറ്റ്വീൻ ലേസർ ഹിമാലയാസ് ആൻഡ് ദി ഷിവാലിക് മൗണ്ടെയ്ൻസ്. ലേസർ ഹിമാലയാസിനും ഷിവാലിക് മൗണ്ടെയ്ൻസിനും ഇടയിലുള്ള ഫ്ലാറ്റ് വാലീസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഡൂൺസ്. ദെൻ ഡെറാഡൂൺ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ദിസ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിളാണ് ഡെറാഡൂൺ എന്ന് പറയുന്നത്. ഡെറാഡൂൺ ഇന്ത്യയിലുള്ള ഒരു ഡൂണാണ്. അപ്പോൾ അതെന്താണെന്ന് കേട്ടിട്ടുണ്ടല്ലേ. അപ്പോൾ ഡെറാഡൂൺ എന്ന് പറയുന്ന ഈ ഡൂൺസിന് എക്സാമ്പിളാണ്. ഇത്രയേ ഉള്ളൂ. ഫ്ലാറ്റ് വാലീസിനെ വിളിക്കുന്ന പേരാണ്. ഈ ഒരു ഫ്ലാറ്റ് വാലീസ് എന്തിനിടയിലായിരിക്കും? ലേസർ ഹിമാലയാസിനും അതുപോലെ ഷിവാലിക് മൗണ്ടെയ്ൻസിനും ഇടയിൽ കാണുന്ന വാലീസിനെ, ഫ്ലാറ്റ് വാലീസിനെ വിളിക്കുന്ന പേരാണ് ഡൂൺസ്. ഇനി അതിന് എക്സാമ്പിളാണ് ഡെറാഡൂൺ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമ്മുടെ ആ ഒരു സോഷ്യൽ സയൻസ് 2-ൽ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആയിരുന്നു ഇന്ത്യൻ ഇക്കണോമി ത്രൂ ഡിഫറെൻറ്റ് സെക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട്. നമ്മൾ അതും കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ ആൻഡ് ടെറിഷറി, ഇങ്ങനെ 3 സെക്ടേഴ്സായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം അല്ലേ. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് ഈസ് അനദർ നെയിം ഫോർ ദി സെക്കൻഡറി സെക്ടർ? സെക്കൻഡറി സെക്ടറിന് നമുക്ക് വിളിക്കാവുന്ന മറ്റൊരു പേര് എന്താണ്? നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലേ, പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ ആൻഡ് ടെറിഷറി സെക്ടർ. ഇങ്ങനെ ഇന്ത്യൻ ഇക്കോണമി നമുക്കിങ്ങനെ 3 സെക്ടേഴ്സായിട്ട് ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും അല്ലേ. ഏതൊക്കെയായിരുന്നു? പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെറിഷറി. ഇനി
ഈ ഒരു പ്രൈമറി സെക്ടർ എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് അഗ്രികൾച്ചറൽ സെക്ടർ അല്ലേ? കാർഷിക മേഖലയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൊണ്ട് നമ്മളിതിനെ കാർഷിക മേഖല എന്നും ഇതിനെ വിളിക്കാറുണ്ട്. ഈ ഒരു പ്രാഥമിക മേഖലയെ നമ്മൾ എന്തെന്നും വിളിക്കും? കാർഷിക മേഖല എന്നും വിളിക്കാറുണ്ട്. കാരണം എന്താണ്? കൃഷി അത് അനുബന്ധ പ്രവർത്തനങ്ങൾക്കാണ് ഇവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സോ പ്രൈമറി സെക്ടർ ഈസ് ഓൾസോ നോൺ ആസ് അഗ്രികൾച്ചറൽ സെക്ടർ. ദെൻ അതുപോലെ തന്നെ അടുത്ത സെക്ഷൻ ആയിരുന്നു സെക്കൻഡറി സെക്ടർ എന്ന് പറയുന്നത്. സെക്കൻഡറി സെക്ടർ എന്തായിരുന്നു? ദ്വിതീയ മേഖല കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് എന്തിനൊക്കെയാണ്? വ്യവസായവും ഇൻഡസ്ട്രി മാനുഫാക്ചറിങ് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് അല്ലേ? സോ ഈ ഒരു സെക്കൻഡറി സെക്ടർ ഈസ് ഓൾസോ നോൺ ആസ് ഇൻഡസ്ട്രിയൽ സെക്ടർ. അപ്പോൾ ഇൻഡസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ദിസ് സെക്ടർ ഈസ് ഓൾസോ നോൺ ആസ് ഇൻഡസ്ട്രിയൽ സെക്ടർ. ഓക്കെ, സോ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് അനദർ നെയിം ഫോർ ദി സെക്കൻഡറി സെക്ടർ? അപ്പോൾ നമുക്ക് സെക്കൻഡറി സെക്ടറിൻ്റെ മറ്റൊരു പേരായിട്ട് എന്ത് എഴുതാം? ഇൻഡസ്ട്രിയൽ സെക്ടർ എന്ന് എഴുതാം. ഇൻഡസ്ട്രിയൽ സെക്ടർ. നോക്കിയേ, വിച്ച് സെക്ടർ മേക്സ് ഓൾ ഇക്കണോമിക് ആക്ടിവിറ്റീസ് മോർ എഫിഷ്യൻറ്റ്? ഇനി താഴെ പറയുന്നതിൽ ഏത് സെക്ടറാണ് എല്ലാ ആക്ടിവിറ്റീസും കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്യുന്നത്? മോർ എഫിഷ്യൻറ്റ്. വിച്ച് സെക്ടർ മേക്സ് ഓൾ ഇക്കണോമിക് ആക്ടിവിറ്റീസ് മോർ എഫിഷ്യൻറ്റ്? ദാറ്റ് ഈസ് ടെറിഷറി സെക്ടറാണ്. നമുക്കറിയാം സേവന മേഖല, സർവീസ് സെക്ടർ. ടെറിഷറി സെക്ടർ ഈസ് ഓൾസോ നോൺ ആസ് സർവീസ് സെക്ടർ. ഓക്കെ, പ്രൈമറി സെക്ടർ ഈസ് ഓൾസോ നോൺ ആസ് അഗ്രികൾച്ചറൽ സെക്ടർ. സെക്കൻഡറി സെക്ടർ ഈസ് ഓൾസോ നോൺ ആസ് ഇൻഡസ്ട്രിയൽ സെക്ടർ. ആൻഡ് ടെറിഷറി സെക്ടർ ഈസ് ഓൾസോ നോൺ ആസ് സർവീസ് സെക്ടർ. ഈ തൃതീയ മേഖലയെ നമ്മൾ സർവീസ് മേഖല എന്നും പറയാറുണ്ട്. ഓക്കെ, സർവീസ് സെക്ടർ എന്നും വിളിക്കാറുണ്ട്. ദെൻ വാട്ട് ആർ ദി ഡിഫറെൻറ്റ് സെക്ടേഴ്സ് ഓഫ് ആൻ ഇക്കോണമി? എക്സ്പ്ലെയിൻ ഇൻ ഡീറ്റെയിൽ. ഓക്കെ, അപ്പം നിങ്ങളോട് ചോദിക്കുകയാണ് എക്സാമിന് ഒരു 4 മാർക്കിൻ്റെയോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലോ മാർക്കിൽ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെ ആൻസർ എഴുതും? വാട്ട് ആർ ദി ഡിഫറെൻറ്റ് സെക്ടേഴ്സ് ഓഫ് ആൻ ഇക്കോണമി എന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ തന്നെ പറഞ്ഞല്ലേ, ദർ ആർ 3 മേജർ സെക്ടേഴ്സ് ഇൻ അവർ ഇക്കോണമി. പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടെറിഷറി സെക്ടർ. ദെൻ പ്രൈമറി സെക്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? നാച്ചുറൽ റിസോഴ്സ് നമ്മൾ ഡയറക്റ്റ്ലി യൂട്ടിലൈസ് ചെയ്യുന്നതിനെയാണ് പ്രൈമറി സെക്ടർ എന്ന് പറയുന്നത് അല്ലേ? ബൈ നേച്ചർ വി ഓൾറെഡി ഗോട്ട് മെനി തിങ്സ് അല്ലേ? നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നേച്ചർ തന്നെ നമുക്ക് തന്നിട്ടുണ്ട്. അതൊക്കെ യൂട്ടിലൈസ് ചെയ്യുന്നതാണ് പ്രൈമറി സെക്ടർ അല്ലേ? കൃഷി എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഡയറക്റ്റ്ലി യൂട്ടിലൈസ് ചെയ്യുകയാണ് അല്ലേ? സോ അതിനെയാണ് നമ്മൾ പ്രൈമറി സെക്ടർ എന്ന് വിളിക്കുക. അപ്പോൾ അവിടെ അതിന് എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? കൃഷിയുണ്ട്, മത്സ്യബന്ധനം, അതുപോലെ അതർ ആക്ടിവിറ്റീസ് ആർ റിലേറ്റഡ് ടു പ്രൈമറി സെക്ടർ. ഇതൊക്കെ നമുക്ക് പ്രൈമറി സെക്ടറായിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ദെൻ സെക്കൻഡറി സെക്ടർ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പ്രൈമറി സെക്ടറിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ള റോ മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടല്ലോ, അതെല്ലാം കൺവേർട്ടഡ് ഇൻറ്റു ഫിനിഷ്ഡ് ഗുഡ്സ്, മറ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന, നമ്മുടെ ആവശ്യങ്ങളൊക്കെ സംതൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റ് സാധനങ്ങളായിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് എന്ത്? ഈ ഒരു ഇൻഡസ്ട്രിയൽ സെക്ടർ അല്ലെങ്കിൽ സെക്കൻഡറി സെക്ടർ എന്ന് പറയുന്നത്. ദെൻ ടെറിഷറി സെക്ടർ എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ അതിന് ബെറ്റർ ട്രാൻസ്പോർട്ടേഷൻ വേണം, ഇലക്ട്രിസിറ്റി വേണം, അങ്ങനെ കുറേ കാര്യങ്ങൾ ബേസിക്കായിട്ട് നമുക്ക് വേണം അല്ലേ? അപ്പോൾ അതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന സെക്ടേഴ്സാണ് എന്ത്? സർവീസ് സെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബേസിസിൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഫസ്റ്റ് വൺ, പ്രൈമറി സെക്ടർ എന്ന് പറയുമ്പോൾ ദിസ് സെക്ടർ യൂസസ് നാച്ചുറൽ റിസോഴ്സസ് ഡയറക്ട്ലി ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ്സ് ആക്ടിവിറ്റീസ് ദാറ്റ് എക്സ്ട്രാക്ട് റിസോഴ്സസ് ഫ്രം നേച്ചർ അല്ലേ? നേച്ചറിൽ നിന്ന് ഡയറക്റ്റായിട്ട് റിസോഴ്സസ് യൂട്ടിലൈസ് ചെയ്യുന്നതാണ് പ്രൈമറി സെക്ടർ. എക്സാമ്പിൾസ് ആണ് അഗ്രികൾച്ചർ, ഫിഷിംഗ്, ഫോറസ്ട്രി, മൈനിങ്, ആനിമൽ ഹസ്ബൻഡറി ഒക്കെ. then ഇതിൻ്റെ മേജർ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ നേച്ചർ ആൻഡ് ഇറ്റ് പ്രൊവൈഡ്സ് റോ മെറ്റീരിയൽസ് ഫോർ അതർ സെക്ടേഴ്സ്. നമ്മൾ പറഞ്ഞ സെക്കൻഡറി സെക്ടറിനും ടെറിഷറി സെക്ടറിനൊക്കെ വേണ്ട റോ മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നത് ആരായിരിക്കും? ഈ പ്രൈമറി സെക്ടറാണ്. ദെൻ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ റൂറൽ ഡെവലപ്മെൻറ്റ്. പിന്നെ റൂറൽ ഡെവലപ്മെൻറ്റിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിങ്ങാണ് എന്ത്? ഈ പറയുന്ന പ്രൈമറി സെക്ടർ. സെക്കൻഡറി സെക്ടർ എന്ന് പറയുന്നത് ദിസ് സെക്ടർ ഇൻവോൾവ്സ് പ്രോസസ്സിങ് റോ മെറ്റീരിയൽസ് ഇൻറ്റു ഫിനിഷ്ഡ് ഗുഡ്സ്. നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഈ റോ മെറ്റീരിയൽസിനെ ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് മാറ്റുന്ന പ്രോസസ്സിംഗ് ആണ് എന്ത്? ഈ സെക്കൻഡറി സെക്ടർ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സെക്ടറിൽ നടക്കുക. then അതിന് എക്സാമ്പിൾസ് ആണ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് അല്ലേ? ടെക്സ്റ്റൈൽസ്, ഷുഗർ, സ്റ്റീൽ ഇൻഡസ്ട്രി ഒക്കെ. then കൺസ്ട്രക്ഷൻ വർക്ക്സ്, ഇലക്ട്രിസിറ്റി ആൻഡ് ഗ്യാസ് പ്രൊഡക്ഷൻ ഒക്കെ എന്തിന് എക്സാമ്പിളാണ്? സെക്കൻഡറി സെക്ടർ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സിന് എക്സാമ്പിൾസ് ആണ്. then ഇതിൻ്റെ മേജർ ഫീച്ചേഴ്സ് ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ആഡ് വാല്യൂ ടു റോ മെറ്റീരിയൽസ് ആൻഡ് യൂസസ് മെഷീനറി ആൻഡ് ടെക്നോളജി
അല്ലെ. ഇൻഡസ്ട്രിയൽ സെക്ടറിൽ അവർ ഒരുപാട് മിഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്, ടെക്നോളജീസ് യൂസ് ചെയ്യുന്നുണ്ട് ഫോർ മേക്കിംഗ് പ്രോഡക്ട്സ് അല്ലേ. പ്രൊഡക്ട്സ് ഉണ്ടാക്കാനായിട്ട് ഒരുപാട് ടെക്നോളജീസ് ഒക്കെ ഇവിടെ ഉപയോഗിക്കും. ദെൻ ഇറ്റ് സപ്പോർട്ട്സ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ്. പിന്നെ എന്താണ്, ഇത് വ്യവസായ വികസനത്തിന് ഒരുപാട് സഹായിക്കും. നെക്സ്റ്റ് ആണ് ടെറിഷറി സെക്ടർ അല്ലെങ്കിൽ സർവീസ് സെക്ടർ. സർവീസ് സെക്ടറിൽ എങ്ങനെയായിരിക്കും, ദിസ് സെക്ടർ പ്രൊവൈഡ് സർവീസസ് ടു സപ്പോർട്ട് പ്രൊഡക്ഷൻ ആൻഡ് ഡെയിലി ലൈഫ്. ഓക്കെ, അപ്പം നമ്മുടെ ഡെയിലി ലൈഫിനെയും അതുപോലെ തന്നെ പ്രൊഡക്ഷൻ സർവീസസിനെയും ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള സർവീസസ് ആയിരിക്കും ഈ ഒരു സർവീസ് സെക്ടർ അല്ലെങ്കിൽ ടെറിഷറി സെക്ടർ നൽകുന്നത്. ദെൻ അതിന് എക്സാമ്പിൾസ് ആണ് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. നമുക്ക് ഈ പറയുന്ന പ്രൈമറി സെക്കൻഡറി സെക്ടറിൽ മാത്രമല്ല നമ്മുടെ ഡെയിലി ലൈഫിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണല്ലേ ട്രാൻസ്പോർട്ടേഷനും അതുപോലെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഏത് സെക്ടറാണ്, സർവീസ് സെക്ടറാണ് അല്ലേ. ഇപ്പോൾ ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ദെൻ ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് അല്ലേ, ബാങ്കിങ് സർവീസസ്, ഇൻഷുറൻസ് സർവീസസ്. ദെൻ എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് സർവീസസ്, അതുപോലെ ട്രേഡ് ആൻഡ് കൊമേഴ്സ്. ദെൻ അതിൻ്റെ ഫീച്ചേഴ്സായിട്ട് എന്തൊക്കെ പറയുന്നു, ഇറ്റ് ഹെൽപ്സ് ബോത്ത് പ്രൈമറി സെക്കൻഡറി സെക്ടേഴ്സ് ആൻഡ് ഇറ്റ് ഇംപ്രൂവ്സ് എഫിഷ്യൻസി ഓഫ് ദി ഇക്കോണമി ആൻഡ് ഇറ്റ് ഈസ് ദി ഫാസ്റ്റസ്റ്റ് ഗ്രോവിങ് സെക്ടർ. അപ്പം കറൻ്റ്ലി പറയുന്നത് എന്താണ്, ഈ ടെറിഷറി സെക്ടർ ഈസ് നോൺ ആസ് ഫാസ്റ്റസ്റ്റ് ഗ്രോവിങ് സെക്ടർ ഇൻ അവർ ഇക്കോണമി. നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ തന്നെ ഏറ്റവും വളർന്നുകൊണ്ടിരിക്കുന്ന, ഏറ്റവും വേഗതയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ഏത്, ഈ ഒരു ടെറിഷറി സെക്ടർ അല്ലെങ്കിൽ ഈ ഒരു സർവീസ് സെക്ടർ എന്ന് പറയുന്നത്. ദെൻ നോക്കിയേ, the production method is one way to calculate national income. What are the other methods? Explain. Okay, നമുക്കറിയാം നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ സെവറൽ മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് എന്ത്, പ്രൊഡക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ദെൻ അത് കൂടാതെ നമുക്ക് എന്തൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, എക്സ്പെൻഡിച്ചർ മെത്തേഡ് അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഈ എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ നമ്മൾ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത്, നാഷണൽ ഇൻകം ഈസ് കാൽക്കുലേറ്റഡ് ബൈ ആഡിങ് ഓൾ എക്സ്പെൻഡിച്ചേഴ്സ് ഇൻ ദി ഇക്കോണമി. അപ്പോൾ ഇവിടെ എങ്ങനെയായിരിക്കും, നമ്മുടെ സമ്പദ് വ്യവസ്ഥയിലെ എല്ലാ എക്സ്പെൻഡിച്ചേഴ്സും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡാണ്. ആ എല്ലാ എക്സ്പെൻഡിച്ചേഴ്സിനെയും ആഡ് ചെയ്തുകൊണ്ട് നമ്മൾ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡാണ് ഏത്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്. അപ്പോൾ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ഏതാണ്, നാഷണൽ ഇൻകം ഈസ് ഈക്വൽ ടു സി പ്ലസ് ഐ പ്ലസ് ജി പ്ലസ് എക്സ് മൈനസ് എം. ഹിയർ സി എന്ന് പറയുന്നത് എന്താണ്, കൺസംഷൻ എക്സ്പെൻഡിച്ചറാണ്. എന്ന് വെച്ചാൽ എന്താണ്, ഒരു രാജ്യത്ത് ഫുൾ ആളുകൾ ഒരു വർഷം അവർക്ക് ഉണ്ടായിട്ടുള്ള ചിലവുകളെയാണ്, അവർ എത്രത്തോളം ഉപഭോഗം നടത്തിയിട്ടുണ്ട്, എന്തുമാത്രം സാധനങ്ങൾ അവർ പർച്ചേസ് ചെയ്തു, അവർ ഉപയോഗിച്ചു, ഇതാണ് നമ്മൾ കൺസംഷനിൽ നോക്കുന്നത്. അപ്പോൾ അതാണ് സി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്തായിരിക്കും, കൺസംഷൻ ആയിരിക്കും. ദെൻ ഐ ഇൻഡിക്കേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഒരു രാജ്യത്ത് ഒരു വർഷം ഉണ്ടായിട്ടുള്ള നിക്ഷേപങ്ങളാണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ ജി എന്ന് പറയുന്നത് എന്താണ്, ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ. ഗവൺമെൻറ് എത്രമാത്രം പബ്ലിക്കിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്, അതാണ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ എക്സ് മൈനസ് എം എന്ന് പറയുന്നത് എന്താണ്, എക്സ്പോർട്ട് ഇമ്പോർട്ട് അല്ലേ. നമ്മൾ ഒരുപാട് ട്രേഡ് നടത്താറുണ്ട് അല്ലേ, അതായത് കയറ്റുമതിയും ചെയ്യാറുണ്ട്, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ ഇറക്കുമതിയും ചെയ്യാറുണ്ട്, അതാണ് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ എന്തും കാൽക്കുലേറ്റ് ചെയ്യും, ഈ എക്സ്പോർട്ട് ഇമ്പോർട്ട് തമ്മിലുള്ള ഡിഫറൻസ് എടുത്തിട്ട് അതുകൂടെ നമ്മളിവിടെ ആഡ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ബേസിസിലായിരിക്കും നമ്മൾ എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ നാഷണൽ ഇൻകം, ദേശീയ വരുമാനം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ദേശീയ വരുമാനം എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. നാഷണൽ ഇൻകം ഈസ് ഡിഫൈൻഡ് ആസ് total money value of all the final goods and services produced in a country for a specific period of time. ഓക്കെ, ഒരു രാജ്യത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ടോട്ടൽ വാല്യൂ ആണ് എന്ത്, ഈ ഒരു നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇറ്റ് ഇൻക്ലൂഡ് സ്പെൻഡിങ് ബൈ ഇൻഡിവിജ്വൽസ്, ഫേംസ് ആൻഡ് ഗവൺമെൻറ്. ദെൻ വാട്ട് ആർ ദി മേജർ ലിമിറ്റേഷൻസ് ഓഫ് കാൽക്കുലേറ്റിംഗ് നാഷണൽ ഇൻകം. ഇനി ഈ ഒരു നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള പ്രധാനപ്പെട്ട ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഓർത്തോളുക. ലാക്ക് ഓഫ് ആക്യുറേറ്റ് ഡേറ്റ. ഇത് നമുക്ക് കൃത്യമായിട്ടുള്ള ഡേറ്റയുടെ ബേസിസിലാണ് നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റുമോ, ഇല്ല. അപ്പോൾ നമുക്ക് ഒരു ആക്യുറേറ്റ് ഡേറ്റ കിട്ടാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ടല്ലേ. സോ അതൊരു മേജർ ലിമിറ്റേഷനാണ്. ദെൻ അതായത് റിലയബിൾ ഡേറ്റ ഈസ് നോട്ട് ഓൾവേസ് അവൈലബിൾ എസ്പെഷ്യലി ഇൻ റൂറൽ ഏരിയാസ്. ഇപ്പോൾ റൂറൽ ഏരിയാസിലൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും റിലയബിൾ ആയിട്ടുള്ള ഡേറ്റ കിട്ടണമെന്നില്ല. സോ അത് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലിമിറ്റേഷനാണ്.
നമുക്കിപ്പോൾ തന്നെ വൈൻഡപ്പ് ചെയ്യാവേ. ദെൻ മറ്റൊരു ലിമിറ്റേഷനായിട്ട് പറയുന്നത് പ്രോബ്ലം ഓഫ് ഡബിൾ കൗണ്ടിങ്. പിന്നെ എന്താണ് ഡബിൾ കൗണ്ടിങ് പ്രോബ്ലം വരുന്നുണ്ട്. അതായത് സെയിം പ്രോഡക്റ്റ് മേ ബി കൗണ്ടഡ് മോർ ദാൻ വൺസ്. അതായത് നമ്മൾ സെയിം കൗണ്ടിങ് തന്നെ അതിനു മുമ്പ് നമ്മൾ പ്രൈമറി സെക്ടറിൽ ഓൾറെഡി അത് ആഡ് ചെയ്ത് വരുന്നതായിരിക്കും. അത് തന്നെ നമ്മൾ സെക്കൻഡറി സെക്ടറിലൊക്കെ ഫിനിഷ്ഡ് ഗുഡ്സ് ആകുമ്പോഴത്തേക്കും അവിടെ വീണ്ടും അതിൻ്റെ മണി വാല്യൂ നമ്മൾ ആഡ് ചെയ്യും. അപ്പോൾ അതാണ് ഡബിൾ കൗണ്ടിങ് പ്രോബ്ലം വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ദെൻ ഇറ്റ് ലീഡ്സ് ടു ഓവർ എസ്റ്റിമേഷൻ. പിന്നെ എന്താണ് പലപ്പോഴും ഓവർ എസ്റ്റിമേഷൻ നടക്കാറുണ്ട്. ദെൻ ദ നോൺ മാർക്കറ്റ് ആക്ടിവിറ്റീസ് നോട്ട് ഇൻക്ലൂഡഡ്. പിന്നെ പറയുന്ന ഒന്നാണ് ഒരിക്കലും നോൺ മാർക്കറ്റ് ആക്ടിവിറ്റീസ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ദെൻ സെൽഫ് കൺസംഷൻ ഈസ് നോട്ട് ഇൻക്ലൂഡഡ്. അതുപോലെ എന്താണ് സെൽഫ് കൺസംഷൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അതായത് ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് കൺസ്യൂംഡ് ബൈ ഇൻഡിവിജ്വൽസ് ദംസെൽസ് ആർ ഇഗ്നോർഡ്. അല്ലേ, പല ഇൻഡിവിജ്വൽസും അവർ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത് അവർ തന്നെ ഉപയോഗിക്കുന്നവരുണ്ടാവും അല്ലേ. അപ്പോൾ അത് ഇതിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തുന്നില്ല. സോ അത് ഇതിൻ്റെ ഒരു മേജർ ലിമിറ്റേഷനാണ്. ദെൻ മെനി ആക്ടിവിറ്റീസ് ആർ നോട്ട് റെക്കോർഡഡ് പ്രോപ്പർലി. പല പ്രവർത്തനങ്ങളും പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്യുന്നില്ല. ദെൻ ഡിഫിക്കൽട്ടി ഇൻ വാല്യൂയിങ് സർവീസസ് ആൻഡ് ഇല്ലീഗൽ ആക്ടിവിറ്റീസ് നോട്ട് ഇൻക്ലൂഡഡ്. ദെൻ ബ്ലാക്ക് മണി ആൻഡ് ഇല്ലീഗൽ ഇൻകം ആർ എക്സ്ക്ലൂഡഡ്. അല്ലേ, ബ്ലാക്ക് മണി ഒന്നും നമ്മൾ ഒരിക്കലും നാഷണൽ ഇൻകത്തിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമുക്കറിയാം നമ്മുടെ സോഷ്യൽ സയൻസിൽ സോഷ്യൽ സയൻസ് 1 ഉണ്ട്, സോഷ്യൽ സയൻസ് 2 ഉണ്ട്. അപ്പോൾ ഈ 2 ടെക്സ്റ്റ് ബുക്കിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചാപ്റ്റേഴ്സിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ദെൻ നെക്സ്റ്റ് ഡേ സുജിത് സാറ് ബാക്കി പോർഷൻസിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ നല്ല സെറ്റായിട്ട് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയെന്ന് എനിക്കറിയാം. ഇനിയും ആ ഒരു സ്ട്രോങ് ആയിട്ട് തന്നെ നമ്മുടെ എക്സാമിന് തൊട്ട് മുമ്പുള്ള ഈ ഒരു സമയങ്ങളിലൊക്കെ നിങ്ങൾ നന്നായിട്ടിരുന്ന് പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ സോഷ്യലിന് എല്ലാവരും നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യുക. നമ്മുടെ ക്ലാസ്സുകളൊക്കെ എടുത്ത് കണ്ട് ഈ ഒരു നോട്ട്സൊക്കെ ഉപയോഗിച്ച് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ട് നല്ലപോലെ കൂളായിട്ട് എക്സാം എഴുതാനായിട്ട് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഓക്കെ, ബൈ ബൈ, താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.